അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഒരു യമൻ പൗരനെ ക്രൂരമായി കൊലപ്പെടുത്തി 110ലധികം കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ചതുമായി ബന്ധപ്പെട്ട് യമൻ പോലീസിന്റെ പിടിയിലായി ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട ചർച്ചകളാണല്ലോ കുറച്ചു ദിവസമായി കേരളത്തിൽ സജീവമായി നിലനിൽക്കുന്നത്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ആ ചർച്ചകളിൽ ഏറ്റവും അധികം മുഴച്ചു നിൽക്കുന്നത് സത്യവുമായി പുലബന്ധം പോലുമില്ലാത്ത പല കാര്യങ്ങളുമാണ്. മാത്രമല്ല, വ്യാപകമായ തെറ്റിദ്ധരിപ്പിക്കലുകളും കളവുകളും മാത്രമാണ് ഇത്തരം ചർച്ചകളിൽ കൂടുതലും ഉയർന്നു കാണുന്നത്. ഈ തെറ്റിദ്ധരിപ്പിക്കലിനും കള്ളപ്രചാരണങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നത് ഒരു മതപുരോഹിതനും അയാളുടെ അനുയായികളുമാണ് എന്നതാണ് ഏറ്റവും വലിയ ദുരന്തം. ആരാണ് അയാൾ എന്ന് പേരെടുത്ത് പറയേണ്ടതില്ലാത്ത വിധം എല്ലാവർക്കും വളരെ വ്യക്തമാണ്. സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും അനുയായികളുമാണ് ഈ നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം കള്ളപ്രചാരണങ്ങളും കുപ്രചാരണങ്ങളും തെറ്റിദ്ധരിപ്പിക്കലുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇയാളും ഇയാളുടെ അനുയായികളും വ്യാപകമായി അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ താൽക്കാലികമായി മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ട എല്ലാ ക്രെഡിറ്റുകളും തനിക്കാണ്, അല്ലെങ്കിൽ തങ്ങളുടെ ഉസ്താദിനാണ്. ഉസ്താദ് ഇടപെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. കേന്ദ്ര ഗവൺമെന്റ് പോലും വർഷങ്ങളായി ഇതിന്റെ പിന്നാലെ നടന്നിട്ടും അവസാനം പരാജയം സമ്മതിച്ച് തോറ്റു പിന്മാറിയിടത്താണ് ഉസ്താദ് ഒരു ദൂതനെ പോലെ പ്രത്യക്ഷപ്പെട്ട് ഏതാനും ദിവസങ്ങൾ കൊണ്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി മാറ്റിയത് എന്നാണ് ഇവരുടെ അനുയായികൾ അവകാശപ്പെടുന്നത്. ഇയാൾ തന്നെ അവകാശപ്പെടുന്നത്, ഇയാൾ പറയുന്നത് ഇയാളുടെ ഇടപെടൽ മൂലമാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചത് എന്നാണ്. ഇയാൾ തന്നെ പറയട്ടെ. നാളെ കൊലപ്പെടുത്താമെന്ന ആ നിയമം മാറ്റി അല്പ ദിവസം നീട്ടിവെച്ചിരിക്കുന്നു എന്ന വിവരം എനിക്ക് ഔദ്യോഗികമായി അവർ അയച്ചു തരികയും ചെയ്തു. ഇന്ത്യ ഗവൺമെന്റിനെ ഈ കാര്യം ഞാൻ അറിയിച്ചിട്ടുമുണ്ട്. ഞങ്ങൾ ഇങ്ങനെ ഒരു ശ്രമത്തിലാണ്, അതിൻ്റെ സ്റ്റേജ് ഇപ്പോൾ ഇന്നതാണ് എന്നുവരെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് കത്ത് അയച്ചിട്ടും ഉണ്ട്. അപ്പൊ എന്താ മൂപ്പര് പറഞ്ഞത്? നിമിഷപ്രിയയുടെ വധശിക്ഷ, നാളെ നടത്താനിരുന്ന വധശിക്ഷ അത് മാറ്റിവെച്ചിരിക്കുന്നു എന്ന് ഔദ്യോഗികമായി യമന് അവിടുത്തെ കോടതി മൂപ്പര് അറിയിച്ചു എന്നുള്ളതാണ്. ഔദ്യോഗികമായി എന്ന് പറയുമ്പോൾ കോടതി അറിയിക്കണമല്ലോ. മാത്രല്ല, മൂപ്പര് എന്ത് ചെയ്തു? അറിഞ്ഞ ഉടനെ അതിൽ അമാന്തൊന്നും കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മൂപ്പര് ആ ശുഷ്കാന്തി കൊണ്ട് ഉടനെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് അറിഞ്ഞിട്ടുണ്ടാവൂലേ, ഓലിപ്പോ നാളെ നിമിഷപ്രിയനെ കൊല്ലോലോ എന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് പ്രധാനമന്ത്രിന്റെ ഓഫീസിലേക്ക് മൂപ്പരനെ വിളിച്ചറിയിച്ചു, ഇതാ നിമിഷപ്രിയന്റെ വധശിക്ഷ മാറ്റിവെച്ചിട്ടുണ്ടെന്ന് അവിടുന്ന് ഔദ്യോഗികമായി തന്നെ എന്നെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരും ബേജാറാകണ്ട, ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിനായിട്ട് ഇയാളാണ് ബന്ധപ്പെട്ടത്. അവരറിയിച്ചത് ഇയാളാണ്. അപ്പൊ ഔദ്യോഗികമായി യമൻ കോടതി മൂപ്പരെ അറിയിച്ചു, നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് മൂപ്പർക്ക് അറിയിപ്പ് കൊടുത്തു. മാറ്റിവെക്കാനുള്ള കാരണം എന്താ? വധശിക്ഷ തൽക്കാലം മാറ്റിവെക്കാനുള്ള കാരണം എന്താ? അത് മൂപ്പരെന്നെ പറയേണ്ടത് കേട്ടോളി. പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ യമനിലുള്ള ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരെല്ലാം ചേർന്ന് ഈ കാര്യത്തിൽ ആലോചിക്കുകയും അങ്ങനെ വേണ്ടത് ചെയ്യാമെന്ന് എനിക്ക് അറിയിക്കുകയുമാണ് ചെയ്തിരുന്നത്. ഇന്ന് ഔദ്യോഗികമായി നമുക്ക് അറിയിപ്പ്, കോടതിയുടെ അറിയിപ്പ് തന്നെ ലഭിച്ചു. തൽവിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായമനുസരിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ സമയം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നാളെ കൊലപ്പെടുത്താമെന്ന ആ നിയമം മാറ്റി അല്പ ദിവസം നീട്ടിവെച്ചിരിക്കുന്നു എന്ന വിവരം എനിക്ക് ഔദ്യോഗികമായി അവർ അയച്ചു തരികയും ചെയ്തു. സഹോദരങ്ങളെ, കേട്ടില്ലേ? എത്ര കൃത്യമായിട്ടാണ്, എത്ര ലാഘവത്തോട് കൂടിയിട്ടാണ്, എത്ര വ്യക്തമായിട്ടാണ് മൂപ്പര കാര്യങ്ങൾ പറയണത്. കളവ് പറയാനായിരിക്കും തോന്നുന്നു. മൂപ്പരെന്താ പറഞ്ഞത്? യമനിലുള്ള പണ്ഡിതന്മാരൊക്കെ പടം ഇങ്ങനെ കൂടി ആലോചിച്ച് എന്താ ഇതിൽ ചെയ്യാൻ കഴിയും നമുക്ക്. കാരണം നിമിഷപ്രിയനെ 7 സെക്കൻഡിലും കൊല്ലും. ഇന്ത്യ ഗവൺമെന്റ് ആണെങ്കിൽ 5-8 കൊല്ലത്തിന്റെ പിന്നാലെ നടന്നിട്ടും ഒന്നും എവിടെയും എത്തിക്കാതെ പരാജയപ്പെട്ട് തല കുനിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ രക്ഷയുള്ളത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരാണ്.
മൂപ്പര് വിളിച്ചു പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാതിരിക്കാനും പറ്റൂല. അങ്ങനെ യമനിലുള്ള പണ്ഡിയന്മാരൊക്കെ അവിടെ ഇങ്ങനെ കൂടിയിരുന്ന് ഇങ്ങനെ തല പൊണ്ണാക്കി കൂലങ്കശമായിട്ട് ഇങ്ങനെ ആലോചിച്ചു. ആ ആലോചനയുടെ ഫലമായിട്ട് ഇത് യമൻ കോടതി അറിഞ്ഞു. ഉടനെ യമൻ കോടതി ഇടപെട്ടിട്ട് നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ഞങ്ങൾ ഇതാ നാളെ നടത്താനിരുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ താൽക്കാലികമായി ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നു എന്ന് യമനിലെ കോടതി ഇയാളെ ഔദ്യോഗികമായി അറിയിച്ചു എന്നാണ് ഇയാൾ ഈ പറയണത്. ഞങ്ങൾക്ക് ന്യായമായി ചോദിക്കാനുള്ള ചോദ്യം, യമനിലെ കോടതി ഔദ്യോഗികമായി ഇയാളെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യമൻ ഗവൺമെന്റ് ഇയാളെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് മുഖേനയാണ് അറിയിച്ചത്? അവിടെ കോടതിയിലെ ഏതെങ്കിലും ഗുമ്മസ്തങ്ങനെ ഇയാളെ നമ്പർ തപ്പി പിടിച്ചിട്ട് കാന്തപുരം മൊയ്ലിയാര് നിങ്ങളിങ്ങനെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കോടതിക്ക് ഒരു മനസ്താപം വന്നിട്ടുണ്ട്, അതുകൊണ്ട് നിമിഷപ്രിയന്റെ വധശിക്ഷ മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞതാ? അതോ ഇയാൾ മർക്കസിക്ക് മെയിൽ അയച്ചതാണോ യമൻ കോടതി? തെളിവുണ്ടാവില്ലേ? അതിനെന്താ രഹസ്യ സ്വഭാവം? കാരണം ഇയാൾ അനുയായികളുടെ പത്രക്കാരുടെ മുമ്പിൽ കൊട്ടിഘോഷിച്ച സംഗതിയാണ്. ഇത് ആരും പറയാതെ ഒളിച്ചു വെക്കുകയായിരുന്നെങ്കിൽ അതിന് രഹസ്യ സ്വഭാവം ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ചോർന്ന് ലീക്കായതാണെങ്കിൽ. അതല്ല ചെയ്തത്. നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചു എന്ന് അറിഞ്ഞ ഉടനെ തന്നെ പത്രക്കാരും നാട്ടുകാരും എല്ലാരും വിളിച്ചു വരുത്തിട്ട് ഇയാൾ ആഘോഷിച്ചതാണ്. പിന്നെ എന്താ ഇതിന് രഹസ്യ സ്വഭാവം ഉള്ളത്? അപ്പൊ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, യമൻ കോടതിയാണോ ഔദ്യോഗികമായി അറിയിച്ചത്, യമൻ ഗവൺമെന്റ് ആണോ ഔദ്യോഗികമായി അറിയിച്ചത്? ഔദ്യോഗികം എന്ന് പറഞ്ഞാൽ ആ 2 ചാനലാണല്ലോ. അങ്ങനെയാണെങ്കിൽ മർക്കസിലേക്ക് മെയിൽ അയച്ചതാണോ, ഇയാൾക്ക് വാട്സപ്പിൽ വന്നതാണോ? എങ്ങനെയാണ് ഈ അറിയിപ്പ് വന്നത്? ആര് അറിയിച്ചു? അത് തുറന്നു പറയാൻ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും അയാളെ മൂട് താങ്ങി നടക്കുന്ന അനുയായികളും അയാളുടെ വഞ്ചനയിൽ അകപ്പെട്ട മാപ്രകളും ഇവിടുത്തെ മുഖ്യധാര മാധ്യമ പ്രവർത്തകരുണ്ടല്ലോ, ഇവരെല്ലാരും ഇത് തുറന്നു പറയാൻ തയ്യാറാണ്. എന്തിനാ അതിൽ രഹസ്യ സ്വഭാവം? നിങ്ങൾ ഇതിൽ രഹസ്യ സ്വഭാവം എടുത്തിട്ടില്ലല്ലോ. നിങ്ങൾ പരസ്യമായിട്ട് കൊട്ടിഘോഷിച്ച് ആഘോഷിക്കുകയായിരുന്നല്ലോ. പിന്നെ ഇപ്പൊ രഹസ്യ സ്വഭാവം ഉണ്ടെന്ന് പറയാ? ഏത് ചാനൽ മുഖേന നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടിയത്? ഔദ്യോഗികമായി കിട്ടിയ അറിയിപ്പ് ഏത് ചാനൽ മുഖേനയാണ്? മെയിൽ അയച്ചതാണോ, അതോ നിങ്ങൾക്ക് കത്ത് അയച്ചതാണോ, അതോ നിങ്ങൾക്ക് കൊറിയർ അയച്ചതാണോ, വാട്സപ്പിൽ സന്ദേശം വന്നതാണോ? ഏത് മുഖേന, ഏത് ചാനൽ മുഖേന, എങ്ങനെയാണ്, എവിടുന്നാണ്, എപ്പോഴാണ് ആ അറിയിപ്പ് കിട്ടിയത് എന്ന് തുറന്നു പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങൾ തീരും. എന്തുകൊണ്ടാണ് ഇയാളും അനുയായികൾ തുറന്നു പറയാത്തത്? കഴിഞ്ഞിട്ടില്ല സഹോദരങ്ങളെ. പിന്നെ ഇയാൾ പറഞ്ഞത് എന്താ വെച്ചാല്, ഇപ്പൊ താൽക്കാലികമായിട്ടാണ് അത് മാറ്റി വെച്ചിട്ടുള്ളത്, സ്ഥിരമായി മാറ്റി വെച്ചിട്ടില്ലല്ലോ വധശിക്ഷ. അപ്പൊ ഞങ്ങളിത് സ്ഥിരമായി നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയിട്ട് നിമിഷപ്രിയെ മോചിപ്പിക്കാനുള്ള ചർച്ച ആ കുടുംബവുമായി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇയാളുടെ അടുത്ത വെടിക്കെട്ടോളി. ഞങ്ങൾ അവിടെയുള്ള ആളുകളെ ബന്ധപ്പെട്ട് ജഡ്ജിമാരോടും കുടുംബങ്ങളോടും സംസാരിക്കുകയും അതിൻ്റെ ചർച്ച ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. കുടുംബക്കാർ മുഴുവനും സമ്മതിക്കാതെ വിട്ടുകൊടുക്കാൻ കോടതിക്ക് അധികാരമില്ല. അതുകൊണ്ട് വീട്ടുകാർ മുഴുവനും സമ്മതിക്കുമോ ഇല്ലേ എന്ന ചർച്ചയിലാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. സുഹൃത്തുക്കളെ, എത്ര കോൺഫിഡൻസോട് കൂടിയാണ് മുമ്പിൽ കാര്യങ്ങൾ പറയണത്, എത്ര വിദഗ്ധമായിട്ടാണ് മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കുന്നത്. എന്താ മുമ്പിൽ പറയണത്? ഞങ്ങൾ അവിടെയുള്ള ജഡ്ജിമാരോടും കുടുംബക്കാരോടും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ അതിന് ചർച്ച ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്നാ മുമ്പിൽ പറയണത് അറിയോ? ഈ വധശിക്ഷ താൽക്കാലികമായി മാറ്റിവെച്ചു എന്ന് പറഞ്ഞതിന്റെ പിറ്റേന്ന്, അതായത് 15-ാം തീയതി, അന്ന മുപ്പരി പറയണത് ഞങ്ങൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കണം അവിടുത്തെ കുടുംബക്കാരായിട്ട്, ജഡ്ജിമാരായിട്ട്. കുടുംബക്കാർ എല്ലാവരും സമ്മതിക്കണം, എന്നാലിപ്പോ കോടതി പൂർണ്ണമായിട്ടും വധശിക്ഷ മാറ്റി വെക്കുള്ളൂ. അതിനുള്ള ശ്രമത്തിലാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? കുറെ ആൾക്കാരൊക്കെ സമ്മതിച്ചിട്ടുണ്ട്, ബാക്കിയുള്ള ആൾക്കാർ സമ്മതിച്ചിട്ടില്ല. എല്ലാരും കൂടി ഒന്നിച്ചാണ് സമ്മതിപ്പിച്ചിട്ട് ഈ വധശിക്ഷ മാറ്റി വെക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര വ്യക്തമായിട്ട് മുമ്പ് കാര്യങ്ങൾ പറയണത്. ഇയാള് പത്രക്കാരെ മുമ്പിൽ ഇത് വന്നാണ് പൊട്ടിച്ചോടുകൂടി ഇവിടുത്തെ മുഖ്യധാര ബുദ്ധിജീവി മാപ്രകളുണ്ടല്ലോ, മാധ്യമ പ്രവർത്തകര്, എല്ലാരും കുടുങ്ങി ഇയാളെ വഞ്ചനയില്. എല്ലാരും പിന്നെ അതും മുടുങ്ങി നടക്കുകയാണ്. ഇവിടെ മാധ്യമ പ്രവർത്തകർക്ക് ഒരു ധർമ്മല്ലേ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ട് അതങ്ങനെ ചർവില ചർവളം ഛർദ്ദിക്കാനുള്ളതാ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതാണോ? ഒരു കാര്യം നടക്കുമ്പോ ആ വിഷയത്തിന്റെ മുക്കും മൂലയും അരിച്ചു പെറുക്കി എന്താണ് അതിന്റെ സത്യം, എന്താണ് അതിലെ നീതി ന്യായം എന്നത് ചൊഴിഞ്ഞന്വേഷിച്ച് ആ നീതിയും ന്യായവും സത്യവും മാത്രമാണ് ജനങ്ങളെ മുമ്പ് കിട്ടിക്കൊടുക്കേണ്ടത്. അതാണ് മാധ്യമ പ്രവർത്തനം. മനസ്സിലായോ? അല്ലാതെ ഒരു കാക്ക പതിറ്റാണ്ടുകളായി മുസ്ലിം സമുദായത്തെയും പൊതുസമൂഹത്തെയും നിരന്തരമായി വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാക്ക, ഒരു മതപുരോഹിതൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് അണ്ണാക്കത്തോടെ അതാ വിഴുങ്ങിയിട്ട് നിങ്ങളെ ചാനലിൽ പോയിരുന്ന് ഛർദ്ദിക്കലാണോ മാധ്യമ പ്രവർത്തനം? ഇയാൾ പറഞ്ഞത് അണ്ണാക്കത്തോടെ വിഴുങ്ങി സകല മാധ്യമങ്ങളും കേട്ടോളി.
12:30 ആരംഭിക്കുക. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇതുമായി ബന്ധപ്പെട്ട് യമനിലെ പ്രമുഖ മതപണ്ഡിതനായിട്ടുള്ള ഷെയ്ഖ് ഹബീബ് ഉമറുമായി സംസാരിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായിക്കൊണ്ടാണ് ഇത്തരമൊരു ഇടപെടൽ ഉണ്ടാകുന്നത്. ഇന്നലെ 3 ഘട്ടങ്ങളിൽ ചർച്ച നടന്നു. അതെല്ലാം തന്നെ പോസിറ്റീവായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടായത് ഈ കുടുംബത്തിലെ വലിയൊരു ശതമാനം പേർക്കും ഈ പെൺകുട്ടിക്ക് മാപ്പ് നൽകുന്നതിൽ കുഴപ്പമില്ല എന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ ഒരു വിഭാഗം ഇപ്പോഴും എതിർക്കുന്നുമുണ്ട്. അവരെ കൂടി ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവർ കൂടി ഈ വിഷയത്തിൽ അനുകൂലമായ ഒരു നടപടി സ്വീകരിക്കുകയാണ് എങ്കിൽ അത് വലിയ ഒരു വിജയമായി മാറും. ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇത് തന്നെയാണ്. നാളെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള യമൻ ഭരണകൂടത്തിന്റെ ഒരു അറിയിപ്പുള്ളത്. നാളെ തൂക്കിലേക്കും നാളെ വധശിക്ഷ നടപ്പാക്കും എന്നുള്ളതാണ്. അത് നീട്ടിവെക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ഇന്നത്തെ ഈ ചർച്ചയിൽ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്നത്. അത് അത്തരം കാര്യങ്ങൾ, അതായത് കുടുംബവുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. ഭരണ തലവന്മാരും ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ഗോത്ര നേതാക്കളും ഇതിന്റെ ഭാഗമാകുന്നുണ്ട്. അത്തരത്തിൽ വളരെ നല്ല രീതിയിലാണ് ചർച്ച പുരോഗമിക്കുന്നത്. ഈ ഒരു വേളയിൽ നാളെ നിശ്ചയിച്ചിട്ടുള്ള വധശിക്ഷ നീട്ടിവെക്കണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് ദയാധനം സ്വീകരിച്ചുകൊണ്ടോ അല്ലാതെയോ മാപ്പ് നൽകാനുള്ള സാധ്യതയുണ്ടോ എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട്. എന്തായാലും 12 മണിയോടുകൂടിയാണ് ഇന്നത്തെ ചർച്ച ആരംഭിക്കുക. ഇന്നലെ 3 ഘട്ടങ്ങളായി നടന്ന ചർച്ച വലിയ വിജയമായിരുന്നു. അതിന്റെ തുടർ ചർച്ചകളാണ് ഇന്നുണ്ടാവുക. വളരെ ശുഭകരമായ ഒരു വാർത്ത യമനിൽ നിന്ന് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ്. ശുഭകരമായ വാർത്ത കേൾക്കാൻ കാത്തിരിക്കുകയാണ് നമ്മൾ. യമൻ എന്തൊക്കെയാണ് ഈ സാധുക്കൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മർക്കസ് നിന്ന് കൊടുക്കുന്ന വിവരം ഇങ്ങനെ ഛർദ്ദിക്കന്നെ, അതാണുള്ള മാധ്യമ പ്രവർത്തനം. എന്താണ് പറയണത്? ഇത് വധശിക്ഷ താൽക്കാലികമായി മാറ്റിവെച്ചു എന്ന് പറഞ്ഞതിന് പിറ്റേന്നോ അല്ലെങ്കിൽ അന്നോ വന്ന ന്യൂസ് ആട്ടോ. എന്നിട്ട് പറയണ ഇന്നലെ 3 ഘട്ടമായിട്ട് ചർച്ച നടന്നു. തലാലിന്റെ കുടുംബത്തിനായിട്ട് അവിടുത്തെ ഗോത്ര തലവന്മാർ പങ്കെടുത്തു, കുടുംബക്കാർ പങ്കെടുത്തു, കുറെ ആൾക്കാർ പങ്കെടുത്തു. ആ 3 ഘട്ട ചർച്ചയും പോസിറ്റീവായിരുന്നു. പിന്നെ എന്താണ് ഇപ്പൊ ഇതിൽ തടസ്സമുള്ളത്? കുടുംബത്തിൽ വലിയൊരു വിഭാഗം ആൾക്കാർ ഇപ്പോ നിമിഷപ്രിയക്ക് മാപ്പ് കൊടുക്കുക എന്നുള്ള തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഇടഞ്ഞു നിൽക്കുകയാണ്. അതങ്ങനെ ഉണ്ടാവില്ല. ഏത് കുടുംബത്തിലാണെങ്കിലും ഒരു കല്യാണമാണെങ്കിലും സൽക്കാരാണെങ്കിലും എന്തെങ്കിലും വിഷയം ഉണ്ടല്ലോ, ഏതെങ്കിലും ആൾക്കാർ ഇടഞ്ഞിക്കണോ. അതുപോലത്തെ തലാലിന്റെ പങ്ങളെ കെട്ടിച്ച ഓൾ അമ്മാസാങ്കെ അല്ലെങ്കിൽ പിന്നെ അളിയാന്റെ അളിയാനോ അങ്ങനെ കുടുംബത്തിൽ ആരൊക്കെയെന്ന് ഇങ്ങനെ ഇടഞ്ഞു നിൽക്കുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ നമ്മൾ നിമിഷപ്രിയക്ക് മാപ്പാണ് കൊടുക്കുക എന്നുള്ള തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. ആ ഇടഞ്ഞു നിൽക്കുന്ന ആൾക്കാരും കൂടി ഒന്നും കൂടി അനുനയിപ്പിക്കാനുള്ള ചർച്ചകൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും ഉടനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആകും എന്നാണ് ഈ പറയണത്. ഈ ന്യൂസ് വന്നിട്ട് 10 ദിവസം കഴിഞ്ഞു. ഇന്ന് വരെ തലാലിന്റെ കുടുംബവുമായി ഒരു ചർച്ച നടന്നിട്ടില്ല. ഇത് തലാലിന്റെ കുടുംബം ഔദ്യോഗികമായിട്ട് തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മെഹദി അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിരന്തരം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ചർച്ച ഞങ്ങൾ ഇനി നടന്നിട്ടില്ല, ഒരാളും ഞങ്ങൾ ഇനി ചർച്ച നടത്തിയിട്ടില്ല, ഞങ്ങൾ ഇത് വിട്ടുകൊടുക്കാൻ തയ്യാറുമല്ല, ഈ പറയുന്നത് മുഴുവനും പച്ച കളവാണെന്നുള്ളത് ഇന്ന് വരെ തലാലിന്റെ കുടുംബത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നുകൊണ്ടിരിക്കുക. 15 ദിവസം മുമ്പത്തെ വാർത്ത തന്നെ എന്ത്? കുടുംബത്തിലെ എല്ലാവരും ചർച്ച നടത്തി. ഗോത്ര തലവന്മാരും കുടുംബക്കാരും എല്ലാവരും കൂടിയിരുന്നു. 3 ഘട്ടം ചർച്ച നടന്നു. 3ഉം പോസിറ്റീവ് ആയിരുന്നു. വല്ലാതെ നെഗറ്റീവ് ഒന്നും ഉണ്ടായിട്ടില്ല. നെഗറ്റീവ് അടിച്ചു കൊടുക്കണ ചില കളവന്മാര് പങ്ങളൊക്കെ ഇടിച്ച അമ്മായി കാക്ക, ഓല മോളൊക്കെ ഇടിച്ച ഓള അമ്മായി കാക്ക, അങ്ങനെ 2-3 കാക്കാമാർ ഇങ്ങനെ ഇടഞ്ഞു നിൽക്കുന്നുണ്ട്. ബാക്കിയൊക്കെ ക്ലിയർ ആണ്. ആ കാക്കാമാരും പാടെ ഏകദേശം കാന്തപുരത്തിന്റെ ആൾക്കാര് ബ്രെയിൻ വാഷ് ചെയ്ത് റെഡിയാക്കും എന്ന് പറഞ്ഞിട്ട് ദിവസം എത്ര ആയിരുന്നോ? തലാലിന്റെ കുടുംബത്തിന്റെ 100 കിലോമീറ്റർ അടുത്തേക്ക് പോലും എത്താൻ സാധിച്ചിട്ടില്ല. മനസ്സിലായോ? എന്താ നിങ്ങൾ യമനിലെ സാമൂഹികാവസ്ഥ മനസ്സിലാക്കിയത്? യമനിലെ സാമുദായികാവസ്ഥ എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? അവിടുത്തെ ഭൂമിശാസ്ത്രം എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? ഇവിടെ ചർച്ച നടത്തണമാരിങ്ങനെ ചർച്ച നടത്താൻ പറ്റുന്നല്ല. ഇയാള് ചർച്ച നടത്താൻ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ ഉമർ ഹഫീൽ ഉണ്ടല്ലോ, ഈ ഉമർ ഹഫീലും യമനിലെ ഈ തലാലിന്റെ കുടുംബം തമ്മിൽ 800 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. അടുക്കാൻ പറ്റില്ല. അങ്ങണ്ട് ഉമർ ഹഫീൽ സുന്നി കുടുംബമാണ്, തലാലിന്റെ കുടുംബം ഷിയാ കുടുംബമാണ്. മനസ്സിലായോ? ഈ ഷിയാക്കളിൽപ്പെട്ട ഹൂദികൾക്ക് ഏറ്റവും വെറുപ്പുള്ള 2 പേരാണ് അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹു എല്ലാ കാലത്തും. ഇത് കാന്തപുരത്തിന്റെ നിർഭാഗ്യം കൊണ്ടാണോ അറിയില്ല, ഇതിൽ ഇടപെട്ട 2 ആൾക്കാരുടെ പേരും അതാണ്. കാന്തപുരത്തിന്റെ പേര് അബൂബക്കർ, ഇയാൾ ഏൽപ്പിച്ചു എന്ന് പറയുന്ന ആളെ പേര് ഉമർ. ഈ 2 പേരിനോട് അങ്ങേറ്റം വെറുപ്പുള്ള ടീമാ ഈ ഷിയാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇവർ ഒരു നിലക്കും ബന്ധപ്പെട്ടിട്ടില്ല. ഇവിടെ കാന്തപുരം ഏൽപ്പിച്ചു എന്ന് പറയുന്ന ഉമർ ഹഫീൽ ഒരു പ്രാവശ്യം പോലും തലാലിന്റെ കുടുംബത്തിൽ സംസാരിച്ചില്ല. ഞങ്ങൾ വെല്ലുവിളിക്കണം, തെളിയിക്കട്ടെ. ഞാൻ വരുന്നുണ്ടേക്ക് തീർന്നിട്ടുള്ള സഹോദരങ്ങളെ, ഈ കാന്തപുരത്തിന്റെ അനുയായികളുടെയും കുപ്രചരണങ്ങൾ വഞ്ചിതരായിട്ട് ഈ മാധ്യമ പ്രവർത്തകർ വിളിച്ചു പറഞ്ഞ വിഡിത്തങ്ങൾ കേൾക്കണം. അവിടെ ചർച്ചയിൽ ആരൊക്കെ പങ്കെടുത്തത്? തലാലിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ഈ ചർച്ചയിൽ പങ്കെടുത്ത ആളുകളുടെ പേരുകൾ പറയുന്നുണ്ട്. ഈ കാന്തപുരത്തിന്റെ അനുയായികളുടെയും ഈ കള്ളപ്രചരണത്തിൽ കുടുങ്ങിയിട്ട് വിളിച്ചു പറയണേ കേട്ടോളി.
ഇതിൽ ഏറ്റവും നിർണായകമാവുന്നത് കാന്തപുരത്തിന് ഇടപെടൽ തന്നെയാണെന്ന് ഇന്ന് ഉറപ്പായും പറയാം. പ്രസിദ്ധ സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമർ അദ്ദേഹത്തിന്റെ സുഹൃത്താണ്. അപ്പോൾ ഷെയ്ഖ് ഹമീദ് ഉമറിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ച അത് ഫലം കാണുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെയാണ് യമൻ ഭരണകൂട പ്രതിനിധി, സുപ്രീം കോടതി ജഡ്ജ്, കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ എന്നിവർ പങ്കെടുത്ത ചർച്ച അടക്കം നടന്ന തലാലിന്റെ സഹോദരനുമായി ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് ഏറ്റവും ഒടുവിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അതുമായി ബന്ധപ്പെട്ട ചില സ്ഥിരീകരണം അല്പസം മുമ്പ് ഒരു പരിപാടിയിൽ അദ്ദേഹം അത് പറയുകയും ചെയ്തു. എന്തായാലും ആ ചർച്ച ഫലം കാണുന്നു. വിജയമാർദ്ദ ഏറ്റവും പ്രധാനം ഇവരുടെ ഈ തലാലിന്റെ കുടുംബവുമായുള്ള ഒരു സംസാരത്തിനുള്ള വാതിൽ ഓപ്പണാക്കുക എന്നുള്ളത്. സഹോദരങ്ങളെ, നിരന്തരം കളവുകൾ പറഞ്ഞ് സമുദായത്തിനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മതപുരോഹിതന്റെ ഏറ്റവും ഒടുവിലത്തെ കളവിൽ കുടുങ്ങിയിട്ടാണ് മാധ്യമപ്രവർത്തകർ ഇത് ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ ഈ പറഞ്ഞത്? അവിടുത്തെ യമനിലെ സുപ്രീം കോടതി ജഡ്ജി, യമൻ ഭരണകൂട പ്രതിനിധി, പിന്നെ ഈ ഉമർ ഹഫീദ് ഉണ്ടല്ലോ കാന്തപുരത്തിന്റെ സുഹൃത്ത്, തലാലിന്റെ സഹോദരൻ, ഇവരെല്ലാവരും കൂടെ കൂടി നല്ല ഗംഭീര ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വാർത്ത 1-2 ദിവസമായി, 10 ദിവസം കഴിഞ്ഞു. ഇപ്പൊ എന്താ അവസ്ഥ? ഇന്നലെ പോസ്റ്റിലും തലാലിന്റെ സഹോദരൻ പറയണ അങ്ങനെ ചർച്ച നടന്നിട്ടില്ല, കളവാണ് പറയണത്. ഞങ്ങളുമായി ആരും ബന്ധപ്പെട്ടിട്ടില്ല, ബന്ധപ്പെടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, അങ്ങനെ ഒരു ചർച്ച തന്നെ നടന്നിട്ടില്ല. ഇങ്ങനെ കുട്ടികോശിക്ക് അന്തിച്ചേർത്ത ചാനലില് തലാലിന്റെ സഹോദരൻ, സുപ്രീം കോടതി ജഡ്ജി, യമൻ ഭരണകൂട പ്രതിനിധി, മറ്റേ ഹഫീദ് ഉമർ, ഇവിടുന്ന് കാന്തപുരം ചരട് വലിച്ചു, ഇവിടുന്ന് മർക്കസിൽ നിന്ന് കാന്തപുരം ഇങ്ങനെ ചരട് വലിച്ചുകൊണ്ടിരിക്കുക. ഗംഭീര ചർച്ച. ഒളിപ്പുണ്ടൊക്കെ ഒരു പുരോഹിതം പറയുന്ന പച്ചക്കളവ് ഏറ്റിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാ മാധ്യമ പ്രവർത്തനം തന്നെ. സുഹൃത്തുക്കളെ, ചർച്ച കഴിഞ്ഞിട്ടില്ല. ചർച്ച ഗംഭീര ചർച്ച, വൈഡായി ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ ഈ ചർച്ചയിൽ ആരൊക്കെ പങ്കെടുത്തത്? സുപ്രീം കോടതി ജഡ്ജി, യമൻ ഭരണകൂട പ്രതിനിധി, തലാലിന്റെ സഹോദരൻ ഉമർ ഹഫീദ്, പിന്നെ ഇതിനൊക്കെ മൊത്തം ചരട് വിളിച്ചുകൊണ്ട് പറയുന്ന കാന്തപുരം. കഴിഞ്ഞിട്ടില്ല. അവിടെ മഹല്ല് കമ്മിറ്റിയിൽ ചർച്ച നടക്കുന്നുണ്ട്. കേട്ടോളി. SKN ഒരു പക്ഷേ മാതൃകാപരമായ ഒരു നിലപാടെന്ന് പറയേണ്ടി വരും. കാരണം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഈ ഘട്ടത്തിൽ ഒരു മാധ്യമ പ്രചരണത്തിന് താൻ മുതിരുന്നില്ല. മർക്കസിന്റെ തീരുമാനം ഈ വിഷയത്തിൽ ഇടപെടുക എന്നുള്ളത് മാത്രമാണ്, അല്ലാതെ അതിന്റെ ക്രെഡിറ്റ് എടുക്കുക എന്നുള്ളതല്ല. നിലവിൽ പലരും പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള വിഷമം ഈ അവസാന ഘട്ടത്തിലുള്ള ഇടപെടലിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് മർക്കസ് തീരുമാനമെടുത്തിരിക്കുന്നത്, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉസ്താദ് തീരുമാനമെടുത്തിരിക്കുന്നത് ഈ വിഷയത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ക്രെഡിറ്റ് എടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ അതിന്റെ നടപടിക്രമങ്ങളുടെ വിശദാംശങ്ങൾ വളരെ വ്യക്തമായി തന്നെ 24 ലഭിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യമനിലെ ജിനായത്ത് കോടതിയിലെ ജഡ്ജിമാർ ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ളതാണ്. അതായത് ഈ ജിനായത്ത് കോടതിയാണ് ഈ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത്, അതായത് വിധി കൽപ്പിക്കേണ്ടത്. മറ്റൊരു കാര്യം, ഈ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ വ്യക്തിപരമായ ബന്ധം ഈ ഉമർ ബിൻ ഫഖ്ലിയുമായി ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഹാഫ്ലി മുഖേന അവിടെയുള്ള ഈ മതപണ്ഡിതൻ മുഖേന, സൂഫി മതപണ്ഡിതൻ മുഖേന അവിടെയുള്ള ഈ ജമായത്ത് കമ്മിറ്റികൾ മുഖേന, മഹലി കമ്മിറ്റി മുഖേന ഈ കുടുംബവുമായി സംസാരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബവുമായി സംസാരിച്ച് തുടങ്ങിയിരിക്കുന്നു. ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് അവർ മാപ്പാക്കി കൊലക്കയറിൽ നിന്നും നിമിഷപ്രിയയെ രക്ഷിക്കണമെന്നുള്ളത്. അതായത് ഒരേ സമയത്ത് 2 ഇടപെടൽ നടത്തുന്നു. ഒന്ന് അവിടെയുള്ള ഭരണകൂട തലത്തിലുള്ള ഇടപെടൽ, രണ്ടാമത്തെ കാര്യം ഈ കുടുംബവുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ട്, അതായത് പ്രാദേശികമായുള്ള മഹൽ കമ്മിറ്റികൾ മുഖേന ഉള്ള കൂടിക്കാഴ്ചയ്ക്ക് അവിടെ വലിയ പ്രസക്തിയുണ്ട്. കാരണം അത്രയും വലിയ മുസ്ലിം ഭരണം നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ മതപണ്ഡിതർ പറയുന്നതിന് അവിടെ ഒരു അന്തിമ വാക്ക്, തീർപ്പ് കൽപ്പിക്കുന്ന വാക്ക് തന്നെയാണ്. അങ്ങനെയുള്ള ഒരു ഇടപെടലാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഗ്രാൻഡ് മുഫ്തി നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് SKN. പക്ഷേ എന്നാൽ മർക്കസിന്റെ തീരുമാനം, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ തീരുമാനം ഈ കാര്യത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ക്രെഡിറ്റ് എടുക്കേണ്ടതില്ല, ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ സംസാരിക്കേണ്ടതില്ല എന്നുള്ളതാണ് SKN. ഉസ്താദിന്റെ മഹാമനസ്ക നോക്കാണ് നിങ്ങൾ. ഇവർ പറയണേ ഈ ഘട്ടത്തിൽ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഇതിന്റെ ഏതെങ്കിലും രീതിയിലുള്ള ക്രെഡിറ്റ് നമ്മൾ എടുക്കേണ്ട എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. മർക്കസിന്റെ തീരുമാനം, ഒരു ക്രെഡിറ്റ് നമുക്ക് വേണ്ട. പിന്നെ എന്തിനാടോ നിങ്ങൾ വന്നിട്ട് ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ താൽക്കാലികമായി മാറ്റിവെച്ചു എന്നുള്ള ഉത്തരവ് വന്നപ്പോ തന്നെ ചാടി കയറി മര്യാദ തുണികുപ്പ എടുക്കാൻ നേരല്ലാതെ ചാനലിൽ വന്നിട്ട് ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ അവകാശപ്പെട്ടല്ലോ. കേന്ദ്ര സർക്കാർ വരെ പരാജയപ്പെട്ടോടത്താണ് നമ്മളെ ഉസ്താദ് വിജയിച്ചത്. നിങ്ങൾ കുട്ടിഘോഷിച്ചല്ലോ, അത് ക്രെഡിറ്റ് ആവശ്യമില്ലേറ്റാ? നിങ്ങൾ അവിടെ ഇരിക്കും, നിങ്ങൾ ക്രെഡിറ്റ് പള്ളർച്ചും തരാം. നിങ്ങൾ കുറച്ച് ദിവസം കയ്യട്ടെ ഇൻഷാ അല്ലാഹ്. ഇത് എവിടുക്ക എത്തുന്നുള്ള ധാരണ നമുക്ക് ഏകദേശം ഉണ്ട്. എന്നിട്ട് പറയാണ് അവിടെ ചർച്ചകൾ, ഇപ്പൊ കുടുംബത്തിലുള്ള ചർച്ചയ്ക്ക് ഏകദേശം പോസിറ്റീവ് ആയല്ലോ. കുടുംബത്തിൽ ഏതോ 1-2 അമ്മായി കാക്കാരോ 1-2 കളവന്മാര് കാക്കന്മാര് മാത്രമാണ് ഇറങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ള കേസ് റെഡി ആയിട്ടുണ്ട്. അത് ഇവിടുന്ന് കാന്തപുരം മർക്കസിൽ ഇരുന്നിട്ട് ഒന്നും കൂടി ഗംഭീര ചർച്ച നടത്തി കഴിഞ്ഞാൽ ക്ലിയർ ആവും. ഈ മഹല്ല് കമ്മിറ്റി ആയിട്ടാണ് ചർച്ച. മഹല്ല് കമ്മിറ്റിയും പെടുന്ന കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാല് ഇതെന്തോ തലാലിന്റെ പിന്നെ ഡൈവേഴ്സ് കേസാണ് നടക്കുന്നത്. നിങ്ങൾ മഹല്ല് കമ്മിറ്റി കൂടി നിങ്ങൾ ചർച്ച ചെയ്യാന് ഇവിടെ യമനെ കുറിച്ചൊരു വല്ല ധാരണ നിങ്ങൾ ഈ മാധ്യമ പ്രവർത്തകർക്കുണ്ടോ? ഏറ്റവും ചുരുങ്ങി നിങ്ങൾ ആ സന്തോഷ് ജോർജ് കുളങ്ങര നടത്തിയ സഫാരി ഉണ്ടല്ലോ, യമനെ കൂടി യാത്ര നടത്തിയിട്ട് വർഷങ്ങൾക്ക് മുമ്പ്, ആ എപ്പിസോഡുകളും കണ്ടു നിങ്ങൾ. എന്താണ് യമന്റെ അവസ്ഥ എന്നുള്ളതും സാമൂഹിക അവസ്ഥ എന്നുള്ളതും സാമുദായിക അവസ്ഥ എന്നുള്ളതും അവിടുത്തെ ഭൂപ്രദേശത്തിന്റെ അവസ്ഥ എന്നുള്ള ചുരുങ്ങിയത് പൊരുത്തം കിട്ടുക. അതെങ്കിലും കണ്ടുകൊടുങ്ങൾക്ക്. ഒരു മൂലര് ഇവിടെ നിന്ന് ഇങ്ങനെ പറയണ കളവുകൾ അണ്ണാക്ക തൊടാതെ വീങ്ങിയിട്ട് ചാനലിൽ പോയി കാണാൻ അന്തിച്ചർച്ചക്കും ഛർദ്ദിക്കല, അത് ഞങ്ങളെ പണി തന്നെ.
മഹല്ല് കമ്മിറ്റി ഒരു ചർച്ച നടക്കാത്ര. എന്ത് ചർച്ചയുടെ മഹല്ല് കമ്മിറ്റിയിട്ട്? ഈ കാന്തപുരത്തിനും കുഞ്ഞാടുകൾക്കും അയാളുടെ പ്രതിനിധികൾക്കും ഈ തലാലിന്റെ കുടുംബത്തിന്റെ 200-300 കിലോമീറ്റർ അടുത്ത് കിടക്കാൻ പറ്റിയില്ല. ചർച്ച ഞങ്ങള് എന്ത് ചർച്ച നടക്കുന്നുണ്ട്? കുടുംബമായിട്ട് ചർച്ച നടക്കുന്നുണ്ട്. തലാലിന്റെ കുടുംബം വരെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലേ ചർച്ച. ഇത് എവിടെ നടക്കണ ചർച്ച? ഞങ്ങൾക്ക് ഇത് മനസ്സിലായില്ല. എവിടെ നടക്കണ ചർച്ചനെ കുറിച്ച് ഞങ്ങൾ ഈ പറയണത്? ആരുമായിട്ട് ഞങ്ങൾ ഈ ചർച്ച നടക്കണത്? ആ കുടുംബവുമായിട്ടാണെങ്കിൽ കുടുംബം ഇന്നലെ വരെ നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു ചർച്ച ഞങ്ങൾ പങ്കെടുത്തിട്ടില്ല, ഞങ്ങളത് അറിഞ്ഞിട്ടില്ല എന്നുള്ളത്. എന്തൊരു ദുരന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ. ദുരന്തം എന്ന് പറഞ്ഞാൽ പല സമ്പൂർണ്ണ ദുരന്തം. വലിയ ബുദ്ധിജീവികളാണ് മലയാളികൾ. ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരും എല്ലാവരും ഇയാളെ കയറി കുടുങ്ങി. പിന്നെ അനുയായികളെ കതർക്കാണ്ടോ? ഇയാളെ ഏറ്റവും വലിയ അനുയായി, ഇയാളെ സംഘടനയുടെ രണ്ടാമൻ ഇബ്രാഹിം ഖലീൽ ബുഖാരി ഉണ്ടല്ലോ. അച്ചങ്ങായ പോത്തിന് ചാടിക്കേറി കാന്തപുര ഉസ്താദ് ഒറ്റക്കത്തിന്റെ ക്രെഡിറ്റ് എടുക്കണ്ട, നമ്മളെ സംഘടനക്ക് മൊത്തമാണെന്ന് വിചാരിച്ചിട്ട് അയാളും വന്ന രംഗത്തേക്ക്. അയാൾ പറഞ്ഞിട്ട് നോക്കി അദ്ദേഹത്തിന്റെ വാപ്പ പണ്ട് കാലത്തെ ആ കുടുംബം അവിടുത്തെ ഭരണാധികാരികളുമായി അഭേദ്യമായി ബന്ധമുള്ള വ്യക്തിത്വമാണ്. ഞാൻ അവിടെ പല പ്രാവശ്യം അവിടെ എല്ലാ വർഷവും ഹിജരി വർഷം അനുസരിച്ച് അവസാനം അഥവാ ദുൽഹജ് 27, 28, 29, മുഹറം 1, 2 തീയതികൾ ലോകത്തിൻ്റെ നാനാ ദിക്കുകളിൽ നിന്നും മഹാപണ്ഡിതന്മാർ മഹാനായ ഷെയ്ഖുന സുൽത്താനുമ കാന്തപുര ഉസ്താദ് വിനീതൻ ഒന്നിച്ച് ഏകദേശം ഒരു 30 വർഷം മുമ്പ് ഞങ്ങൾ അവിടെ ചെന്നിട്ടുണ്ട്. ആ ചെല്ലുമ്പോഴൊക്കെയും അവർ ലോകത്ത് നാനാ ദിക്കുകളിലും അറിയപ്പെട്ട പണ്ഡിതനും പ്രമുഖരുമാണ്. അവർക്ക് ലോകതലത്തിൽ തന്നെ വലിയ സ്വാധീനവും ശക്തിയുമുള്ളവരാണ്. അവിടുത്തെ ഭരണകൂടവുമായി അവിടുത്തെ ജഡ്ജിമാർ അതുപോലെ തന്നെ അവിടുത്തെ ഉന്നത തലങ്ങളിൽ അവർക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. അവർ നിരന്തരം അതുമായി സംസാരിച്ച് ഞങ്ങൾക്ക് കിട്ടുന്ന വാർത്ത അനുസരിച്ച് മിക്കവാറും ഇത് ശരിയാകുമെന്ന് തന്നെയാണ്, ഒഴിവായി കിട്ടുമെന്ന് തന്നെയാണ്. ഉണ്ടാവും. അഥവാ ഞങ്ങളുടെ പ്രസ്ഥാനം മഹാനായ ഷെയ്ഖുന സുൽത്താനുമ കാന്തപുരം ഉസ്താദ് നിരന്തരം ഇവിടെ നിന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇനിയുള്ള ഓരോ നിമിഷവും ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ആഗ്രഹം, മഹാനായ കാന്തപുരം ഉസ്താദിൻ്റെ ആഗ്രഹം, എങ്ങനെയെങ്കിലും നിമിഷപ്രിയ വീട്ടിലേക്ക് കുടുംബത്തിലേക്ക് എത്തിച്ചേർന്ന് ആ കുടുംബത്തോടൊന്നിച്ച് സന്തോഷത്തോടുകൂടെ കഴിയാം. നമ്മുടെ ഒരു സഹോദരിക്ക് ഇങ്ങനെ വിഷമം വന്നാൽ നമ്മുടെയൊക്കെ വികാരവും വിഷമവും പ്രയാസവും എന്താണ്? അതേ രൂപത്തിലുള്ള ഒരു സഹോദരിയല്ലേ നിമിഷപ്രിയ എന്ന് പറയുന്ന മനുഷ്യരാണ്. അബദ്ധം സംഭവിച്ചു. എന്താ മൂപ്പരാ മൊഴിഞ്ഞത്? നമ്മളൊരു സഹോദരിക്ക് ഇതുപോലത്തെ ഒരു ദുരന്തം വന്നാൽ നമ്മൾ വെറുതെ ഇരിക്കോ? അതുപോലെ നമ്മളൊരു സഹോദരിയല്ലേ നിമിഷപ്രിയ. നിമിഷപ്രിയ ഇപ്പൊ എല്ലാരും സഹോദരിയാണല്ലോ. കൊല്ലപ്പെട്ട തലാൽ അബ്ദുൽ ഫത്താഹ് മഹദിന്റെ മാത്രം സഹോദരൻ, അത് നമ്മളെ സഹോദരൻ എന്നല്ല. അതവിടെ ഇരിക്കട്ടെ, ഞാൻ ആ ചർച്ചയിലേക്ക് പോകണില്ല. അങ്ങനെ ആ നമ്മുടെ സഹോദരിയെ എങ്ങനെയെങ്കിലും കെണിഞ്ഞ് നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട് കാന്തപുര ഉസ്താദ് മാത്രമല്ല നമ്മളെ പ്രസ്ഥാനം മൊത്തം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ആഞ്ഞു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കാന്തപുര ഉസ്താദ് മാത്രത്തിന്റെ ക്രെഡിറ്റ് കൊണ്ടോണ്ട, അപ്പൊ നമ്മളെ പ്രസ്ഥാനം മൊത്തം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടോ എങ്ങനെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? കാന്തപുര ഉസ്താദിന്റെ ഉറ്റ ചങ്ങായി തന്നെയല്ലോ മറ്റേ ഉമർ അപ്പിളി എന്ന് ഞാൻ പറഞ്ഞല്ല, 24 പറഞ്ഞാണ് ഉമർ ഹഫീദിനെ കുറിച്ചാണ് ഈ പറയണത്. അപ്പൊ ഉമർ ഹഫീദ് അവിടുത്തെ ഭരണകൂടത്തിലേക്ക് ഭയങ്കര സ്വാധീനമുള്ള ആളാണ്. അവിടുത്തെ ജഡ്ജിമാരായിട്ടും ഭരണകൂടത്തിനായിട്ടൊക്കെ ഉമർ ഹഫീദിന്റെ കുടുംബം ഭയങ്കര സ്വാധീനമുള്ള ആളാണ്. ആ സ്വാധീനം വെച്ചിട്ടൊക്കെ നമ്മൾ പരമാവധി ശ്രമിക്കും. ഇവിടെ അങ്ങനെ പറ്റുമോ? ഇസ്ലാമികപരമായിട്ട് പറ്റുമോ? ഭൗതികപരമായിട്ട് പറ്റുമോ? എന്താണ് ഇസ്ലാമിക രാജ്യത്തെ കോടതി സിസ്റ്റം? അവിടുത്തെ കോടതി ഒരു വിധി പറഞ്ഞു കഴിഞ്ഞാൽ അവർ രാജ്യം ഭരിക്കണ രാജാവിന് വരെ ഇടപെടാൻ പാടില്ല, പറ്റൂല. അതാണ് ഇസ്ലാമിക കോടതിന്റെ മഹത്വം. മനസ്സിലായോ? വേണ്ട. ഇവിടുത്തെ ഇന്ത്യയിലെ സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ വിധി തീർത്ത ഇന്ത്യയിലെ പ്രധാനമന്ത്രിക്ക് അധികാരമുണ്ടോ? നിങ്ങൾ എന്തായി പറഞ്ഞു? എന്ത് പൊട്ടത്തരാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പൊട്ടത്തരം മാത്രം വിളിച്ചു വരിക. ഇയാളിൽ നിന്ന് ഞങ്ങൾ അതേ പ്രതീക്ഷിക്കണുള്ളൂ. ഇയാൾ തടിക്കൊത്ത തലച്ചോറില്ലാത്തൊരു മനുഷ്യനാണ്. ഇയാൾ ഈ പൊട്ടത്തരം പറഞ്ഞു നിന്നൊന്നും തുടങ്ങിയൊന്നുമല്ല. ഇയാൾ പണ്ട് പറഞ്ഞ് ഇന്ത്യ ടുഡേക്ക് ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ടുഡേക്ക് കൊടുത്തൊരു അഭിമുഖത്തിൽ ഇയാൾ പറഞ്ഞതാണ്, നാസ്തികതയേക്കാൾ വലിയ പാപമാണ് വ്യഭിചാരം. അപ്പൊ എന്താ സംഭവം? അന്ന് ഇലക്ഷൻ നടക്കുകയാണ്. അന്ന് UDF-ന്റെ ഒരു സമുദായ പാർട്ടിയുടെ നേതാവിനെതിരെ നിരന്തരമായിട്ട് വ്യഭിചാരാരോപണം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പുറത്ത് കമ്മ്യൂണിസ്റ്റിനെ വെളുപ്പിക്കണം, മറ്റേ നേതാവിനെ താരടിക്കും വേണം. അപ്പൊ മുമ്പേ പ്രസ്താവന, നാസ്തികതയേക്കാൾ വലിയ പാപമാണ് വ്യഭിചാരം എന്ന്. ഈ ചങ്ങായിക്ക് നാസ്തികത എന്താ മനസ്സിലാക്കണം? നേരം വെട്ടിമുണങ്ങണ നാസ്തനെ കുറിച്ചല്ലാതെ നാസ്തികതനെ കുറിച്ച് വല്ല ബോധിയാക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഈ വർത്താനം പറയോ? അപ്പൊ അങ്ങനെ വിട്ടിത്തം പറഞ്ഞ ഒരാളാണ് ഇയാള്. എന്നിട്ട് പറയാണ് യമനില് ഭരണകൂടമായിട്ടും അവിടുത്തെ സുപ്രീം കോടതിയായിട്ടൊക്കെ ഉമർ ഹഫീദിന് നല്ല ബന്ധമാണ്, ആ ബന്ധമൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് പറയണത്. അത് പറ്റി നിങ്ങൾ ഈ ഇന്ത്യ രാജ്യത്ത് നിന്ന് ആലോചിച്ച് നോക്ക് സഹോദരങ്ങള്. ഈ ഇന്ത്യ രാജ്യത്ത് ഒരു പ്രതിക്ക് വധശിക്ഷ വിധിച്ചു ഇവിടുത്തെ സുപ്രീം കോടതി. വധശിക്ഷ വിധിച്ചിട്ട് ഇതുപോലെ കുറ്റകൃത്യം ചെയ്തിട്ട് ഒരു പെണ്ണിനെ മാനഭംഗപ്പെടുത്തിയ കൊലപ്പെടുത്തിയ ഇപ്പൊ ഗോവിന്ദ ജാമ്യം ആയിക്കോട്ടെ, ഞാൻ എനിക്ക് വരുന്നുണ്ട്.
അങ്ങനെ ഒരാൾക്ക് വധശിക്ഷ വിധിച്ചിട്ട് ഈ ഇന്ത്യ രാജ്യത്തുള്ള ഒരു മത നേതാവ്, ഒരു ഹൈന്ദവ മത നേതാവ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് ഇടപെട്ടിട്ട് ആ സുപ്രീം കോടതി വിധി തിരുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മാപ്രകളും ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പ്രവർത്തകരും ഇവിടുത്തെ മതേതര കക്ഷികളും എന്തായിരിക്കും അന്തിച്ചർച്ചയിൽ പറയാ? നീതിന്യായ വ്യവസ്ഥക്കെതിരെയുള്ള കടന്നുകയറ്റം, ഇത് കടുത്ത അനീതിയാണ്. സുപ്രീം കോടതി വിധിയെ മറികടക്കാൻ ഇവിടുത്തെ ഭരണകൂടത്തിനോ രാഷ്ട്രീയ നേതാക്കൾക്കോ മത നേതാക്കൾക്കോ അനുവാദം കൊടുക്കാൻ പാടില്ല. നീതി ചത്തൊടുങ്ങി, അനീതി കൊടികുത്തി വാഴുന്നു. നിങ്ങൾ അന്തിച്ചർച്ച തല്ലീകരം. പിന്നെ എങ്ങനെയുള്ള ഈ ഉമർ ഹഫീദ് മുഖേന അവിടുത്തെ ഭരണകൂടത്തെ സ്വാധീനിക്കല്, ആ ബന്ധം ഉപയോഗിച്ചിട്ട് എങ്ങനെ പറ്റൂത്? ഇസ്ലാമികപരമായിട്ട് പറ്റുമോ? ഭൗതിക സംവിധാനത്ത് പറ്റുമോ? വിഡ്ഢിത്തം പറഞ്ഞതിന് കയ്യും കണക്കൊന്നുമില്ലേ? എന്താ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കണത്? അതും മുടങ്ങി കൊടുത്തു മാധ്യമ പ്രവർത്തകര്. തിരിച്ചൊന്ന് ചോദിക്കാൻ മാത്രം അന്തള്ള ഒരുത്ത ആ മൈക്കും തൂക്കി പിടിച്ചിക്കണ്ടേ ആ കൂടുതൽ ഒരുത്തുണ്ടോ? ഇത് പാടുണ്ടോ എന്നുള്ളത്? അവിടുത്തെ ഭരണകൂടത്തെ സ്വാധീനിക്കാൻ പാടുണ്ടോ? നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ നടക്കുവോ? അത് തെറ്റെല്ലാം ചോദിക്കാൻ ഗഡ്സില്ല, നീതിബോധമുള്ള ഒരാൺകുട്ടിനോട് അവിടെ മാപ്പറകളെ കൂട്ടത്തില് ഉണ്ടോ? മുടുങ്ങി കൊടുത്തു. അതും കഴിഞ്ഞില്ല സഹോദരങ്ങളെ. വലങ്ങിട്ട് പൊക്കിയിട്ട് ക്രെഡിറ്റ് വേണ്ടാന്ന് പറഞ്ഞ ടീം കാന്തപുരസ്താദും മർക്കോസും തീരുമാനിച്ചിട്ടുണ്ട്. നമുക്ക് അതിന്റെ ക്രെഡിറ്റ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞ ടീം ക്രെഡിറ്റ് അങ്ങോട്ട് കൊണ്ടുപോയി വെച്ചെടുത്ത് ഇവിടെ എത്തിയെന്നറിയോ? കേന്ദ്ര സർക്കാരിന്റെ മുകളിലാണ് ഇപ്പൊ കാന്തപുരം എന്നുള്ളിടത്താണ് ഇവരെ പ്രസ്താവന. കേട്ടോളി. ശരിയാണ്, അവർക്ക് രാഷ്ട്രീയത്തിൽ അവിടെ സ്വാധീനമില്ല. അല്ലെങ്കിൽ സുന്നികൾക്ക് നമ്മളെ കേരളത്തിലൊക്കെ രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും കാലത്ത് സ്വാധീനം ഉണ്ടായിരുന്നു. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല. ഇപ്പതാ ഇന്നലെ മിനിയാന്ന് അന്താരാഷ്ട്ര തലത്തിൽ വരെ സുബ്ഹാനല്ലാഹ് ഗവൺമെന്റുകൾക്ക് പോലും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മുടെ സുന്നത്തി ജമാഅത്തിന്റെ ഇസ്സത്തായ ഈ സുന്നത്തി ജമാഅത്തിനെ ഈ കേരളത്തിൽ ഈ നിലക്ക് നിലനിർത്തുന്നതിൽ മറ്റാരെക്കാളും ഏറ്റവും വലിയ സംഭാവന ചെയ്ത ബഹുമാനപ്പെട്ട ശൈഖുനാ സുൽത്താനുൽ ഉലമാ തവ്വലല്ലാഹു ഉംറഹു ആ ഉസ്താദ് ഇടപെട്ടിട്ടല്ലേ പ്രിയപ്പെട്ടവരെ മറ്റാർക്കും ചെയ്യാത്ത ഒരു സംഗതി, അഥവാ ഇന്ന് നടക്കേണ്ട ഒരു വധശിക്ഷ ഇന്ന് നടത്തൂല എന്നുള്ളടത്തെത്തിയത്. ഇയാളൊരു സഖാഫിയാണ്, ഒരു അഡ്വക്കേറ്റുമാണ്. കാന്തപുരത്തിന്റെ സ്വന്തം ആളാ, ഏറ്റവും പ്രധാനപ്പെട്ട അനുയായികളുള്ള ഒരാളാ. എന്താ ഇയാൾ പറഞ്ഞത്? ഗവൺമെന്റിന് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങള് കാന്തപുര ഉസ്താദ് ചെയ്തു, എന്നിട്ട് നിമിഷപ്രിയന്റെ ആ വധശിക്ഷ മാറ്റിവെച്ചു. ഗവൺമെന്റ് പറഞ്ഞ സംസ്ഥാന ഗവൺമെന്റ് അല്ല, കേന്ദ്ര ഗവൺമെന്റാണ്. കഴിഞ്ഞ 5-8 കൊല്ലമായിട്ട് ഈ കേസിന്റെ പിന്നാലുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാ രീതിയിലും ഈ കേസുമായി ബന്ധപ്പെട്ട് നിമിഷപ്രിയക്കും കുടുംബത്തിനും അതിന്റെ പിന്നാലെ നടക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആളുകൾക്കും എന്തൊക്കെ സഹായം ചെയ്തു കൊടുക്കാൻ പറ്റും അതൊക്കെ കേന്ദ്ര ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാ ഗവൺമെന്റിന് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങള് കാന്തപുര ഉസ്താദ് ചെയ്തു. എന്നിട്ട് കാന്തപുര ഉസ്താദാണ് നിമിഷപ്രിയന്റെ വധശിക്ഷ ആ ഉമർ റഫീലുമായി ബന്ധപ്പെട്ടിട്ട് ആണ് മാറ്റിവെച്ചത്. ഇത് ഈ വധശിക്ഷ മാറ്റിവെച്ചിന്റെ പിറ്റേന്ന് പ്രസംഗിച്ചതാ. ഇപ്പൊ ദിവസം 10 കഴിഞ്ഞു. 10 ദിവസം കഴിഞ്ഞപ്പോ നേരെ ഉൾട്ട ഇപ്പൊ പറയാണ്, കാന്തപുരം പറയാണ് ഈ വിഷയത്തിൽ കേന്ദ്രം നമ്മളെ സഹായിക്കണം എന്ന്. എങ്ങനെ ഉണ്ടാവും? ഇത്ര ദിവസം അനുയായികൾ ഇയാളും കൊട്ടിഘോഷിച്ചത് എന്താ? കേന്ദ്ര ഗവൺമെന്റ് പോലും പരാജയപ്പെട്ട സ്ഥലത്ത് കാന്തപുരം വിജയിച്ചു, കാന്തപുരത്തിന്റെ ഇടപെടൽ ഫലം കണ്ടു, അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനെ കാന്തപുര ഉസ്താദ് സഹായിക്കുന്നതാണ് നിമിഷപ്രിയ കേസിൽ എന്ന് വീരവാദം വായിക്കിയ ആൾക്കാര് ഇതൊക്കെ പാടെ കേട്ടുകൊണ്ട് തരിപ്പിക്കേരിയ ഈ കാക്കണ്ടല്ല കാന്തപുരം. ഇയാൾ ഇപ്പൊ പറയണേ ഞാൻ കേന്ദ്രത്തിനെ സഹായിച്ചോളാം, നിമിഷപ്രിയനെ സഹായിച്ചോളാം, അതിന് കേന്ദ്രം എന്നെ സഹായിക്കണം. എങ്ങനെ ഉണ്ടാവും? നേരെ ഉൾട്ട. പണ്ട് നല്ല മറവിയുള്ള ഒരുത്തന് രാത്രി കെടുക്കാൻ നേരത്തെ കെട്ടിയോട് പറഞ്ഞത്രേ, എനിക്ക് രാവിലെ 5 മണിക്ക് നാളെ എണീറ്റ് പണിക്ക് പോകണം, അപ്പൊ ചിന്നെ 4:45 ഓർമ്മിപ്പിക്കണം ട്ടോ. അപ്പോൾ ഓള് പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ ചെയ്തോളാം, 4:40 നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കണ്ട ആ കാര്യം എന്ന് പറഞ്ഞത്രേ. 4:40 ഓൻ എണീക്കാൻ പറ്റുമെങ്കിൽ പിന്നെ 4:45 ഇവിടെ ഓർമ്മിപ്പിക്കാൻ പറഞ്ഞ എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പൊ അവസ്ഥ. ഇപ്പോ കാന്തപുര ഉസ്താദ് കേന്ദ്രത്തിനെ സഹായിക്കണം, കേന്ദ്രം പരാജയപ്പെട്ട് എടുക്കുള്ളൂ എന്ന് പറഞ്ഞ ആൾക്കാര് കാന്തപുരം ഇപ്പൊ പറയണേ ഞാൻ കേന്ദ്രത്തിനെ സഹായിച്ചോളാം, അതിന് മുമ്പ് കേന്ദ്രം എന്നെ ഒന്ന് സഹായിക്കണം. നിനക്ക് എന്താണ് പറയേണ്ടത്? ഈ ജാതി കോമഡി കണ്ടിട്ടും ഇവിടുത്തെ മുഖ്യധാര മാധ്യമ പ്രവർത്തകർക്കും ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർക്കും മനസ്സിലായില്ലല്ലോ. അതെന്റെ അത്ഭുതം. കഴിഞ്ഞില്ല സഹോദരങ്ങള്, അവകാശവാദങ്ങള് ഞങ്ങൾക്ക് ക്രെഡിറ്റ് വേണ്ടെന്ന് മർക്കസ് തീരുമാനിച്ചിട്ടുണ്ട്, കാന്തപുരം തീരുമാനിച്ചിട്ടുണ്ട് പറഞ്ഞ ആൾക്കാര് അനുയായികൾ സകല ക്രെഡിറ്റും കാന്തപുരത്തിന്റെ തലയ്ക്ക് തന്നെ വെച്ചു കൊടുക്കണത്. കണ്ടോളി, കാന്തപുരമാണ് ഇതിന്റെയൊക്കെ എല്ലാ കാര്യത്തിലും ഇടപെട്ടത് എന്ന് പറയാൻ വേണ്ടി ഒരു ഉറ്റ അനുയായി ഹാരിസ് മദിനിയുടെ ചങ്ങായി ഉണ്ടല്ലോ, പൊട്ടത്തരം മാത്രം പറഞ്ഞ ചങ്ങായി, ഓന്റെ അവകാശവാദം കേട്ടോളി. ജൂലൈ മാസം 14-ാം തീയതിയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ തൽക്കാലത്തേക്ക് മരവിപ്പിച്ചു എന്ന വാർത്ത എന്ന വിവരം കോടതിയിൽ നിന്ന് പുറത്തു വരുന്നത്. അത് ജൂലൈ 15-ാം തീയതിയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഔദ്യോഗികമായി അറിയിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കാന്തപുരം ഉസ്താദിന്റെ അറിയിപ്പിന് ശേഷമാണ് എല്ലാ മാധ്യമങ്ങളിലും
നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട വാർത്ത വന്നിട്ടുള്ളത്, കേരളത്തിനകത്തും രാജ്യത്തിനു പുറത്തും. അതിനു മുമ്പ് ഒരു മാധ്യമത്തിലും നിമിഷപ്രിയയുടെ വധശിക്ഷ തൽക്കാലത്തേക്ക് മരവിപ്പിച്ചു എന്ന വാർത്ത വന്നിട്ട് പോലുമില്ല. അപ്പോൾ കാന്തപുരം ഉസ്താദിന് എങ്ങനെയാണ് ആദ്യമായി അറിയിപ്പ് കിട്ടുന്നത്? എന്ന് മാത്രമല്ല, യമൻ കോടതിയുടെ ലെറ്റർ ഹെഡിൽ വന്ന വിവരം, നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചു എന്ന വിവരം, ആ ലെറ്റർ ഹെഡ് ആദ്യമായി പുറത്തുവിടുന്നതും കാന്തപുരം ഉസ്താദാണ്. വാട്ടർമാർക്കുള്ളതും ഇല്ലാത്തതും ഉസ്താദുമായി ബന്ധപ്പെട്ട സ്രോതസ്സുകളിൽ നിന്നാണ് പുറത്തു വരുന്നത്. വേറെ ഒരാൾക്കും, വേറെ പലരും ഇടപെട്ടിട്ടാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ തൽക്കാലത്തേക്ക് മരവിപ്പിച്ചത് എന്ന് പറയുമ്പോൾ ഇതിന്റെ വിവരം ലഭ്യമാകേണ്ടത് അവർക്കല്ലേ? കോടതി മരവിപ്പിച്ചു എന്ന കോടതിയുടെ അറിയിപ്പ് കിട്ടേണ്ടത് അവർക്കല്ലേ? അവർക്കാർക്കും ഇതുവരെ അങ്ങനെ ഒരു അറിയിപ്പ് കിട്ടിയിട്ടില്ല. ആകെ കാന്തപുരം ഉസ്താദിന് മാത്രമാണ് അത്തരത്തിലുള്ള ഒരു അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത്. കേട്ടില്ലേ? ന്യായീകരിച്ച് മെഴുകണ് കിടന്നിട്ട് ഹാരിസ് മദനി ചങ്ങായി ഈ വീഡിയോയിൽ പറഞ്ഞത് മുഴുവനും പൊട്ടത്തരങ്ങളാണ്. അപ്പൊ എന്താ ഇയാൾ ഈ പറഞ്ഞത്? ഈ കാന്തപുരത്തിനാണ് ആദ്യമായി വധശിക്ഷ മാറ്റിവെച്ച അറിയിപ്പ് കിട്ടിയത്. അതിനുശേഷമാണ് എല്ലാവർക്കും കിട്ടിയത്. എങ്ങനെയാണ് കാന്തപുരത്തിന് ഇത് ആദ്യം കിട്ടിയത്? അതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. എങ്ങനെയാണ് കാന്തപുരത്തിന് ഇത് കിട്ടി? നിങ്ങൾ ആ ചാനൽ ഒന്ന് വെളിപ്പെടുത്ത്. ഇന്ന ചാനൽ മുഖേന അല്ലെങ്കിൽ ഇന്ന ഡിപ്പാർട്ട്മെന്റ് യമൻ കോടതി അവരുടെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ ഞങ്ങൾക്ക് മെയിൽ അയച്ചതാണെന്ന് പറയും, അല്ലെങ്കിൽ യമൻ ഭരണകൂടം അവിടുന്ന് മെയിൽ അയച്ചതാണെന്ന് പറയും. ഏത് ചാനൽ മുഖേനയാണ് നിങ്ങൾക്ക് ഇത് കിട്ടിയത്? നിങ്ങൾ പറയാം. അതങ്ങ് പറയാൻ മടി. ഈ പൊട്ടം പറയാണ് വേറെ ആർക്കും കിട്ടിയില്ല. എടോ, ഈ കേസുമായി ബന്ധപ്പെട്ട 5ഓളം ആളുകൾക്ക് ഇത് കിട്ടിയിട്ടുണ്ട്, കാന്തപുരത്തിന് കിട്ടുന്നതിന് മുമ്പ്. പക്ഷെ അവർ എന്തുകൊണ്ട് പുറത്തു വിട്ടില്ല? അതിന് പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഒന്നാമത്തെ പ്രശ്നങ്ങൾ ആദ്യം പറഞ്ഞില്ല, ഞങ്ങൾക്ക് ക്രെഡിറ്റ് വേണ്ട, അത് അവർ പ്രാവർത്തികമാക്കി. അവരിത് പുറത്തു വിട്ടില്ല. ഇതിന് ചില രഹസ്യ സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. കാരണം നിമിഷപ്രിയയുടെ വധം കാണാൻ വേണ്ടി അവിടെ ആയിരക്കണക്കിന് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് പുറത്തു കിടാൻ പറ്റിയ ന്യൂസ് അല്ലായിരുന്നത്. മനസ്സിലായോ? ഇയാളിത് ആ 5 ആളിൽ പെട്ട ഒരാൾ മുഖേന ഇയാൾക്ക് ഇത് കിട്ടിയ ഉടനെ ഇയാൾ ക്രെഡിറ്റ് വേണ്ടാന്ന് പറഞ്ഞ ഇയാളും കുഞ്ഞാടുകളും ഉടനെ ചാടി കയറിയിട്ട് ചാനലിന്റെ മുമ്പിൽ വന്നിട്ട് ഇതിന്റെ പിതൃത്വം അവകാശപ്പെട്ടു. ഇതാണ് ഇതിന് സംഭവിച്ചത്. കഴിഞ്ഞിട്ടില്ല ഹാരിസ് മദനിന്റെ പൊട്ടത്തരം. ഓൻ പറഞ്ഞു കേട്ടോളി. കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലിനെ നിഷേധിച്ചുകൊണ്ട് തലാലിന്റെ സഹോദരൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുമ്പോൾ ജൂലൈ മാസം 14-ാം തീയതിയാണ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട തീരുമാനം യമൻ കോടതി എടുക്കുന്നത്. അത് പുറത്തു വരുന്നത് ജൂലൈ മാസം 15-ാം തീയതിയാണ്. എന്നിട്ട് പോലും യമനിലുള്ള തലാലിന്റെ കുടുംബവുമായി ഇത്രമാത്രം ബന്ധമുള്ള തലാലിന്റെ സഹോദരൻ നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ച വിവരം അറിഞ്ഞിട്ടില്ല. ഞാനിതൊക്കെ ചെറിയ സൂചനകൾ മാത്രമാണ് പറയുന്നത്. കൃത്യമായി പറയാൻ തെളിവില്ലാത്തത് കൊണ്ടല്ല, പറയാൻ ഇപ്പോഴത്തെ സാഹചര്യം അനുവദിക്കാത്തത് കൊണ്ടാണ്. സുഹൃത്തുക്കൾ, ഇപ്പൊ എന്തിനത് പറഞ്ഞത് അറിയോ? തലാലിന്റെ സഹോദരൻ പോലും ഇത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്നറിയോ? കാന്തപുരാണ് ഈ കേസിൽ ഏറ്റവും അധികം ഇടപെട്ടത്. അതുകൊണ്ടാണ് കാന്തപുരത്തിന് ഈ ഒരു ആദ്യം കിട്ടിയത് സ്ഥാപിക്കാനാണ്. അപ്പൊ ആദ്യം കിട്ടി എന്ന കാരണം കൊണ്ട് അയാളാണ് ഈ കേസിൽ ഇടപെട്ടതെങ്കിൽ തലാലിന്റെ സഹോദരന് കിട്ടിയിട്ടില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. എങ്കിൽ തലാലിന്റെ സഹോദരൻ ഈ കേസിൽ തന്നെ ഇടപെട്ടില്ല എന്ന് പറയണ്ടല്ലോ. ഇവൻ ഈ വീഡിയോയിൽ വേറെ പൊട്ടത്തരം കൂടി പറയണ്ടേ. അവിടെ ചർച്ച ഇതുവരെ നടന്നിട്ടില്ല പറയണ്ടല്ലോ. അത് തലാലിന്റെ സഹോദരൻ അറിഞ്ഞിട്ടില്ല എന്നുള്ള കോലത്ത് പറയുന്നുണ്ട്. ചർച്ചയൊക്കെ നടക്കേണ്ട, പക്ഷെ ഓനത് അറിയില്ല. ആ കോലത്തിൽ വരെ ഇത് പറയണ്ടേ. ആ കുടുംബത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ നിരന്തരമായി ജനങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ തലാലിന്റെ സഹോദരനായ അബ്ദുൽ ഫത്താഹ് മെഹ്ദിയാണ്. അയാളാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത്, ഫേസ്ബുക്കിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത്. നിർഭം പറയാ അയാൾക്ക് നീ പ്രത്യേകിച്ച് റോളൊന്നുമില്ല, കാന്തപുര ഉസ്താദിനാണ് ഇതിൽ ഏറ്റവും അധികം റോൾ ഉള്ളത്. പോട്ടൻ. പണ്ട് തന്റെ ഭാര്യ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അപ്പൊ ഡോക്ടർ വന്നിട്ട് ഓനോട് പറഞ്ഞത്രേ, സോറി, ചെയ്യാൻ കഴിയുന്നൊക്കെ ഞാൻ ചെയ്തു, പക്ഷെ ഞങ്ങളെ ഭാര്യ രക്ഷപ്പെട്ടില്ല, ഓള് മരിച്ചുപോയി. ഇത് കേട്ടുകൊണ്ട് കണ്ണടച്ച് കിടക്കുന്ന ഭാര്യ ഓള് ഉറങ്ങുകയാണ്. ഓള് കണ്ണിന് എണീറ്റ് തുറന്നിട്ട് പറഞ്ഞു, വെറുതെ പറയണ ഡോക്ടർ, ഞാൻ മരിച്ചിട്ടൊന്നുമില്ല, എനിക്ക് ജീവണ്ട് എന്ന് പറഞ്ഞപ്പോ ഈ ചങ്ങായി പറഞ്ഞു, മുണ്ടാതെ കിടക്കറി അവിടെ MBBS കുറച്ച് ഡോക്ടറാണ് പറഞ്ഞിട്ട് മരിച്ചു എന്നുള്ളത്. 5ാം ക്ലാസ് തോറ്റ അനക്ക് അതിനെ കുറിച്ച് വല്ല വിവരം ഉണ്ടോ എന്ന് ചോദിച്ച മാതിരിയാണ്. ലോകം മൊത്തം ആദരിക്കണ ഞങ്ങളെ കാന്തപുര ഉസ്താദ് പറഞ്ഞു, തലാലിന്റെ കുടുംബത്തിനെതിരെ ചർച്ച നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. 1ാം ഘട്ടം 2ാം ഘട്ടം 3ാം ഘട്ടം ഒക്കെ നടന്നു. ഇനി മഹലിനെതിരെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തീരുമാനമാകുന്നു. തലാലിന്റെ സഹോദരനെ കുറിച്ച് അറിയില്ല. ആ കുടുംബവുമായി ചർച്ച നടക്കുന്നുണ്ടെങ്കിൽ ആ ചർച്ചന്റെ മുന്നിൽ നിൽക്കേണ്ട ആളാണ് ഈ അബ്ദുൽ ഫത്താഹ് മെഹ്ദി. ഓൻ അതിനെ കുറിച്ച് യാതൊരു അന്തവുമില്ല. ഞങ്ങൾ ഉസ്താദാണ്, ഉസ്താദ് ഷെയ്ഖുൽ മശായിഖാണല്ലോ, ലോകം നിയന്ത്രിക്കുന്ന ആളാണല്ലോ, വലിയ ഔലിയാണല്ലോ. അപ്പൊ ഞങ്ങൾ ഉസ്താദ് പറഞ്ഞ തന്നെ സത്യം, തലാലിന്റെ കുടുംബത്തിൽപ്പെട്ട ഓന്റെ സഹോദരൻ പറഞ്ഞത് പച്ചക്കളവ്. ഇതാണ് ഈ ചെങ്ങായിനെ പോലത്തെ ആൾക്കാർ ഈ പുലമ്പിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ സഹിക്ക സഹോദരങ്ങളെ. ഈ ചെങ്ങായി, ഈ ഹാരിസ് മദനി ഉണ്ടല്ലോ, ഈ അന്തംഗമ്മി, ഇവൻ പറഞ്ഞു എവിടെ എത്തിയെന്നറിയോ?
ഈ നിമിഷപ്രിയയുടെ അമ്മയുടെ പ്രവർത്തനത്തെ പോലും നിഷേധിച്ചു. കേട്ടോളി. എന്ന് മാത്രമല്ല റഫീഖ് സലഫി പറയുന്നത് നിമിഷപ്രിയയുടെ മാതാവ് കൊടുത്ത ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് വധശിക്ഷ നീട്ടിവെച്ചത് എന്ന്. എന്നാൽ റഫീഖ് സലഫി നിമിഷപ്രിയയുടെ മാതാവ് 1.5 കൊല്ലമായിട്ട് യമനിലുണ്ട്. ആ 1.5 കൊല്ലമായിട്ട് ഒരിക്കൽ പോലും നിമിഷപ്രിയയുടെ മാതാവിന് തലാലിന്റെ കുടുംബവുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. ഹർജി കൊടുക്കുന്നു. ആ കൊടുത്ത ഹർജികളൊക്കെ തള്ളിക്കൊണ്ടല്ലേ ജൂലൈ 16 വധശിക്ഷ നടപ്പിലാക്കുമെന്ന യമൻ കോടതിയുടെ ഉത്തരവ് പുറത്തു വരുന്നത്. അപ്പൊ അത്തരത്തിൽ നിമിഷപ്രിയയുടെ മാതാവ് ഹർജി കൊടുത്തു എന്നതിന് ഒരു തെളിവില്ല. കേവലം ഈ 1-2 ആളുകൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഒറ്റ ശ്വാസത്തിൽ ഇങ്ങനെ വൈരുദ്ധ്യം കളവും പറയാൻ കൊണ്ട് തന്നെ വയ്ക്കുള്ളൂ, യാതൊരു സംശയം വേണ്ട. ഇവൻ പറയണേ 1.5 കൊല്ലായിട്ട് നിമിഷപ്രിയന്റെ മാതാവ് കൊടുത്ത ഹർജി മുഴുവൻ തള്ളിക്കാണ്ടാണ് വധശിക്ഷ വന്നത്. ആ ഇപ്പം തന്നെ ആ ശ്വാസം മുരണിന് മുമ്പ് പറയണേ നിമിഷപ്രിയന്റെ മാതാവ് ഹർജി കൊടുത്തു തെളിവില്ല. തെളിവാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ തെളിവ് ഇവിടുത്തെ മാപ്പറകളാണല്ലോ, ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളാണല്ലോ. മാധ്യമങ്ങൾക്ക് കാന്തപുരസ്ഥാന വാനോളം പുകഴ്ത്തുണ്ടെന്നുള്ള തെളിവ്. എന്നാ ഈ പറഞ്ഞ കളവ് മാധ്യമങ്ങൾ തന്നെ പൊളിക്കട്ടെ. നിമിഷപ്രിയയുടെ ശിക്ഷ നടപ്പാക്കുന്നതിൽ ഇളവ് തേടി യമൻ പ്രോസിക്യൂട്ടർക്ക് അപേക്ഷ നൽകി അമ്മ പ്രേമകുമാരി. നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിക്കും. വധശിക്ഷ നടപ്പാക്കാൻ 3 ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി അപേക്ഷ നൽകിയത്. വധശിക്ഷ ഈ മാസം 16 നടപ്പാക്കരുതെന്നും ദയാദനം സംബന്ധിച്ച ചർച്ചകൾ നടക്കുകയാണെന്നും പ്രേമകുമാരി യമൻ പ്രോസിക്യൂട്ടർക്ക് നൽകിയ അപേക്ഷയിൽ പറയുന്നു. സനയിലെ ജയിലിലെത്തി നിമിഷപ്രിയയെ കാണാനുള്ള ശ്രമങ്ങളും തുടരുകയാണ്. നിമിഷപ്രിയയുടെ മോചനത്തിനായി അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിക്കും. കേസിൽ ഇതുവരെ സ്വീകരിച്ച നടപടികൾ ഉൾപ്പെടുത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഹാരിസ് മദനി കേട്ടോ, സകല ചാനലുകളും ഞങ്ങൾ ഷെയ്ഖുനാനെ പുകഴ്ത്തി പറയുന്നുണ്ടെന്നുള്ള വലിയ തെളിവ് അതിൽപ്പെട്ടൊരു ചാനലാണ് ഈ പറയുന്നത്. എന്ത് 10-ാം തീയതിയോ 11-ാം തീയതിയോ നിമിഷപ്രിയയുടെ അമ്മ അവിടുത്തെ കോടതിക്ക് ഹർജി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു സമയം വേണം, ആ കുടുംബമായിട്ട് സംസാരിക്കാനുള്ള സമയം വേണം. ആ ഹർജി പരിഗണിച്ചിട്ടാടോ അവിടെ വധശിക്ഷ മാറ്റി വെച്ചത്. അല്ല ഞങ്ങൾ കാന്തപുരം മർക്കസിന്റെ ഉള്ളിൽ ഇങ്ങനെ വാതിലും കൂട്ടി ഇരുന്നിട്ടല്ല. ഇതൊക്കെ വിധി വന്നതിന് ശേഷം അയാൾ ചാടിക്കേറി കുപ്പായും വലിച്ചു കയറ്റിയിട്ട് തരികെട്ടും കെട്ടി ചാനലിന്റെ മുമ്പിൽ നിന്നിട്ട് ഇതിന്റെ പിതൃത്വം അവകാശപ്പെട്ടതുപോലെയല്ല നിമിഷപ്രിയയുടെ അമ്മയോട് ചെയ്തത്. 10-ാം തീയതിയോ 11-ാം തീയതിയോ അവിടെ ഹർജി കൊടുത്തിട്ടുണ്ട്. ആ ഹർജി പരിഗണിച്ച് മാറ്റി വെച്ചതായി വധശിക്ഷ. മനസ്സിലായോ സുഹൃത്തുക്കളെ? ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ കാന്തപുരത്തിന്റെ അനുയായികളുടെയും വ്യാജ അവകാശവാദങ്ങളും പൊള്ളത്തരങ്ങളും ഇതിനെക്കുറിച്ച് തൽക്കാലം ഇത്രയാണ് പറയാനുള്ളത്. ഇവർക്ക് ഈ വിഷയത്തിൽ തലാലിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ഒരു വോയിസ് പോലെ കയ്യിലുണ്ടെങ്കിൽ വേണ്ട, ഈ വോയിസ് വിടാൻ നിയമപ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, നിങ്ങൾ ആ കുടുംബവുമായി കൂടിയിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ പുറത്തേക്ക് വിടുക, ഞങ്ങളൊന്ന് കാണട്ടെ. പച്ചക്കളവ് പറഞ്ഞിട്ട് ഇവിടുത്തെ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും പൊതുജനങ്ങളും വഞ്ചിക്കപ്പെടാൻ നിങ്ങൾ അനുയായികളെ ജന്മം ഇനിയും ബാക്കിയുണ്ട് വിചാരിച്ചിട്ട് എല്ലാവരും നിങ്ങൾ അനുയായികളാന്ന് വിചാരിച്ചത്. അതവിടെ നിൽക്കട്ടെ. ഈ വിഷയം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ കേരളത്തിൽ വേറെ സംഭവം ഉണ്ടായത്. ഗോവിന്ദച്ചാമി ജയിലിൽ ചാടിയ സംഭവം. ആ വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് കൂട്ടി വായിക്കണം, നല്ലതാണ്. ചാനൽ തന്നെ പറയട്ടെ. പ്രേക്ഷകർക്കറിയാവുന്നതുപോലെ തൃശ്ശൂരിൽ നിന്ന് ഷൊർണൂരിലേക്ക് പോകുന്ന യാത്രയ്ക്കിടയിൽ വെച്ച് ഷൊർണൂരിൽ വെച്ച് അതിക്രൂരമായ രീതിയിൽ കൊല ചെയ്യപ്പെട്ട സൗമ്യയുടെ ഘാതകൻ ഗോവിന്ദച്ചാമി ജയിൽ ചാടി എന്ന വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്, വളരെ വേദനിപ്പിക്കുന്ന വാർത്തയാണ്, അസ്വസ്ഥതയുണ്ടാക്കുന്ന വാർത്തയാണ്. കൊടും കുറ്റവാളിയായ ഗോവിന്ദച്ചാമിയെ ജീവപര്യന്തത്തിലേക്ക് മാറ്റിയിരുന്നു. ഇപ്പോൾ ആ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയിരിക്കുന്നു എന്ന വാർത്തയാണ്. അന്ന് ഗോവിന്ദച്ചാമിയുടെ ശിക്ഷ ഇളവ് ചെയ്യുന്നതിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു എന്നത് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. അങ്ങനെ ശിക്ഷ ഇളവ് ചെയ്ത് ഗോവിന്ദച്ചാമിയെ വധശിക്ഷയിൽ നിന്ന് ജീവപര്യന്തമാക്കിയിരുന്നു. സഹോദരങ്ങളെ, ഇത് എന്തിനാ ഞാൻ പറഞ്ഞിരുന്നറിയോ? ഇതിൽ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അന്ന് ഗോവിന്ദസ്വാമിയുടെ വധശിക്ഷ ഇളവ് ചെയ്ത് ജീവപര്യന്തമാക്കിയതിൽ വലിയ കോളിളക്കും ബഹളം ഉണ്ടായിരുന്നു. എന്തിനാണോ കോളിളക്കം ഉണ്ടാക്കിയത്? എന്തിനാ ബഹളം ഉണ്ടാക്കിയത്? ഇവിടുത്തെ പരമോന്നത നീതിപീഠല്ലേ ഗോവിന്ദസ്വാമിയുടെ വധശിക്ഷ റദ്ദാക്കിയിട്ട് അത് ജീവപര്യന്തമാക്കി കുറച്ചത്. അപ്പൊ ഒരു കൊലക്കേസ് പ്രതിയായ, ഒരു പീഡനക്കേസിലെ പ്രതിയായ ഗോവിന്ദസ്വാമിയുടെ വധശിക്ഷ ഇവിടുത്തെ പരമോന്നത നീതിപീഠം അത് റദ്ദാക്കിയിട്ട് ജീവപര്യന്തമാക്കി ചൊരുക്കിയതിൽ അതിൽ പ്രതിഷേധം, അതിൽ ഒച്ചപ്പാട്, അതിൽ കോലാഹലം. എന്നാലോ വിദേശ രാജ്യത്ത് ജയിലിൽ കഴിയുന്ന ഇതുപോലെ ഒരു വധശിക്ഷയിലെ ഒരു പ്രതി, ആ പ്രതിയുടെ വധശിക്ഷ മാറ്റിവെച്ചത് ആഘോഷിക്കുകയും ചെയ്യാം. ഈ നീതിബോധം, ഈ മനുഷ്യത്വം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ആ രാജ്യത്തിന്റെ അതിര് മാറിക്കഴിഞ്ഞാൽ മാറുന്ന സംഗതി ഇല്ലല്ലോ. ഇത് വേര് കെട്ടിത്തിരിച്ച രാജ്യത്തിന്റെ അതിര് വേര് കെട്ടിത്തിരിക്കുന്നതിനനുസരിച്ച് നീതിബോധവും ന്യായബോധവും മനുഷ്യത്വം ഒക്കെ മാറുമോ? അറിയാഞ്ഞിട്ട് ചോദിക്കാണ്. അപ്പൊ സഹോദരങ്ങൾ, അത് യാദൃശികമായിട്ട് നമ്മൾ പറഞ്ഞു എന്നുള്ളൂ. ആ വിഷയത്തിലേക്ക് കൂടുതൽ ചർച്ച കൊണ്ടുപോകാനൊന്നും തൽക്കാലം നമ്മൾ ഉദ്ദേശിക്കണില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാര് ഈ സമുദായത്തിനെ വഞ്ചിക്കാൻ തുടങ്ങിയത് ഇന്നൊന്നിരുന്നല്ല. അയാൾക്ക് പ്രായപൂർത്തിയായി അന്ന് തുടങ്ങിയതാണ്.
എത്ര കാലായി സമുദായം ഇയാളുടെ വഞ്ചനകളും ചതികളും ഇയാളുടെ കള്ളത്തരങ്ങളും ഏറ്റുവാങ്ങാൻ തുടങ്ങിയിട്ട്. ഇത് നമ്മൾ പറയുമ്പോ സലഫികൾ പറഞ്ഞെന്ന് പറയണ്ട, ഇയാളെ സ്ഥാപനത്തിൽ വർഷങ്ങളോളം ഇയാൾ നേരിട്ട് കിതാബ് ഓതി പഠിപ്പിച്ച് സഖാഫി ബിരുദം തലയിൽ വെച്ചു കൊടുത്ത് ഇയാളുടെ സ്ഥാപനത്തിൽ അന്നം തിന്ന് വളർന്നു പണ്ഡിതനായി പുറത്തു വന്ന ഒരു സഖാഫി ഇയാളുടെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽപ്പെട്ട ഒരു ശിഷ്യൻ തന്നെ പറയട്ടെ ഉസ്താദിന്റെ ഗുണവധികാരം. പിന്നെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറയണ ഈ പറയപ്പെട്ട വാദങ്ങളൊക്കെ ഒരു വിധത്തിലൊക്കെ പൊളിഞ്ഞു. ഇനിയിപ്പോ തെളിവൊന്നും ആവശ്യമില്ല, ഒരു പ്രസംഗവും ആവശ്യമില്ല. ഇപ്പൊ സാധാരണഗതിയിൽ മുടിയെന്നാണ് പറയുമ്പോൾ ആൾക്കാർക്ക് ചിറിങ്ങിട്ട് വരികയാണ് അല്ലെ. പൊതുവായിട്ട് എ പിന്ന് കേൾക്കുമ്പോഴും മുടിയെന്ന് കേൾക്കുമ്പോഴും ഒരു ഹാസ്യ കഥാപാത്രത്തിനെ പോലെ നാണം കെടാൻ ഇറങ്ങി പുറപ്പെട്ട എന്ത് ചെയ്യാനാ? 19 വയസ്സായി, ഇനിയെങ്കിലും ഇയാൾക്ക് ഇതൊന്ന് നിർത്തിക്കൂടെ? ഇയാൾക്ക് പ്രായപൂർത്തിയായ അന്ന് മുതൽ ഈ സമുദായം സഹിക്കണതാണ്. 85 വയസ്സായിട്ട് ഇന്നും ഇക്കളിയ ഉളുപ്പുണ്ടോ ഈ പരിപാടിക്ക്? ഇനിയിപ്പോ എന്തേക്കും പറയാറോ, ഇസ്മായിൽ മുസ്ലിയാർ മൂപ്പർ ഉസ്താദിനും ചീത്ത പറഞ്ഞു പോകും. ആ താടി നരച്ചത് വെയിലുണ്ടിട്ടല്ലോ, വയസ്സായിട്ടല്ലേ. ഇത് അനുഭവത്തിൽ നിന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോ പേരക്കുട്ടികൾ ചീത്ത പറയേണ്ടി വരും. മുരീദന്മാരല്ല, ശിഷ്യന്മാരല്ല. ചിലപ്പം സ്വന്തം മകന്റെ മകൻ ഉപ്പ എനിക്ക് നാട്ടുകാരെ മുമ്പിലൂടെ നടക്കണം, നിങ്ങൾ ഈ ആത്മീയ കച്ചവടം അവസാനിപ്പിക്കണമെന്ന് പേരക്കുട്ടികൾ ഏപ്പിനോട് പറയേണ്ടി വരും. ഈ കളി കളിച്ച എന്തെങ്കിലും മനസ്സിലാക്കി. ജനിച്ചത് മുതൽ ഇന്ന് വരെ ഉറക്കത്തിൽ പോലും സത്യം പറയാൻ കഴിയാത്തൊരു കാക്ക ഒരു മുടിയും കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ, ഞാൻ നിങ്ങളോട് ചോദിക്കാം, കേരളത്തിൽ നിങ്ങൾ കേട്ടതിൽ വെച്ച് ഏറ്റവും അധികം കളവ് പറയുന്ന ആളാരാ? പറയും. ഇത് സമൂഹത്തിന്റെ വിശ്വാസം, എന്റെ വിശ്വാസമല്ല. ഏറ്റവും അധികം അപവാദത്തിന് വിധേയനായ, അപവാദം ചെയ്തു എന്ന് സമൂഹം വിശ്വസിക്കുന്ന പണ്ഡിതനാരാ? പറയും. ഇത് ജനങ്ങളെ വിശ്വാസ, ഇസ്മായിൽ സഖാഫിന്റെ വിശ്വാസമല്ല. ഏറ്റവും അധികം സാമ്പത്തിക ക്രമക്കേട് കാട്ടിയെന്ന് സമൂഹം ആരോപണം ഉന്നയിച്ച പണ്ഡിതനാരാണ്? പറയൂ. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. നിഷേധിക്കാൻ പറ്റുമോ? ഇത് സമൂഹത്തിന്റെ വികാരമാണ്, ജനങ്ങളെ വികാരമാണ്, ഇസ്മായിലിന്റെ വികാരമല്ല. കാന്തപുരം പറഞ്ഞ കളവുകൾ മാത്രം പറയാനാണെങ്കിൽ നമുക്ക് ഒരാഴ്ച കളക്കേണ്ടി വരും അല്ലേ? ഇപ്പൊ സമയമല്ല. ഇത് ജനങ്ങളെ വിശ്വാസ. ഇയാളിപ്പോ കായബത്തിന്റെ ഒരു കഷ്ണം കൊണ്ടുവന്നാൽ പോലും ഇത് എവിടുന്ന് കിട്ടിയെന്ന് ആൾക്കാർ ചോദിക്കും. സുഹൃത്തുക്കളെ, ഞാൻ അത് വിശദീകരിക്കണം. നീ ആർക്കും വ്യക്തമല്ല കാര്യങ്ങള്. ഇത് വർഷങ്ങളായിട്ട് ഈ കേരളീയ മുസ്ലിം പൊതുസമൂഹത്തിൽ ഇയാളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാണ്. ഏറ്റവും കൂടുതൽ കളവ് പറഞ്ഞ ആരാ? ശിഷ്യൻ ചോദിക്കണം ഓഡിയൻസിനോട്. അപ്പൊ സദസ്സൊന്നായിട്ട് കാന്തപുരം. ഏറ്റവും കൂടുതൽ കള്ളത്തരം നടത്തിയ ആളാരാ? കാന്തപുരം. ഏറ്റവും കൂടുതൽ അധാർമിക പ്രവർത്തനം നടത്തിയ ആളാരാ? കാന്തപുരം. ഈ കാന്തപുരത്തിന്റെ വാക്ക് മുണങ്ങിയിട്ടെങ്കിലും നടക്കണത്. ഈ സമുദായത്തിന് ഇയാൾ വഞ്ചിക്കാൻ തുടങ്ങിയ കാലത്രയും ഓരോരോ പേരും പറഞ്ഞിട്ട് ഇയാൾ ഈ സംസാരിക്കുന്നത് ഈ നബിന്റെ മുടിയെന്ന് പറഞ്ഞിട്ട് ഇയാൾ സമുദായത്തിനെ മൊത്തം പറ്റിച്ചല്ല. ഏതോ അണ്ണാച്ചിന്റെ മുടി കൊടുത്തിട്ട് ബോംബെന്ന്. എന്നിട്ട് ആ മുടി സൂക്ഷിക്കാനായിട്ട് 40 കോടിന്റെ പള്ളി ഉണ്ടാക്കാനായിട്ട് വ്യാപകമായ പണപ്പിരിവ് നടത്തി. അതുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ് ഈ സഖാഫി ഉസ്താദിന്റെ ഗുണവധികാരം വിളിച്ചു പറയണത്. എവിടെയാ 40 കോടിന്റെ പള്ളി? നിങ്ങൾ കോഴിക്കോട് സ്വപ്നനഗരിയിൽ പ്രതീകാത്മക തർക്കലിട്ടിരുന്നല്ലോ അല്ലേ? അതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ദേവഗൌഡ പ്രധാനമന്ത്രിയായ കാലത്ത് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാൻ വേണ്ടി തർക്കലിട്ടിരുന്നു കോഴിക്കോട് സ്വപ്നനഗരിയിൽ. എവിടെ മെഡിക്കൽ കോളേജ്? കുറെ കൊല്ലം കഴിഞ്ഞപ്പോ അതേ സ്വപ്നനഗരിയിൽ തന്നെ മുടിപ്പള്ളിക്ക് ഷേറെ മുബാറക്ക് മസ്ജിദ് 40 കോടിന്റെ അതിലും തർക്കല്ലിട്ടു. എവിടെയാ പള്ളി? ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു, ഇവിടെ നിങ്ങൾക്ക് ആ 2 കല്ലും കൂടി ഒന്ന് അടുപ്പിച്ചിട്ടിരുന്നെങ്കിൽ ആ കോഴിക്കോട് സ്വപ്നനഗരിന്റെ പരിസരത്ത് തെണ്ടി തിരിഞ്ഞടക്കണ ആ നാടോടികൾ കൈമരുന്ന് വലിച്ചിരിക്കലും ചെയ്യാമായിരുന്നല്ലോ. 2 കല്ലിട്ടു. കമാരിയ മെഡിക്കൽ കോളേജ്, ഷേറെ മുബാറക്ക് മസ്ജിദ്. ഇനിയിപ്പോ പറയും ഞങ്ങൾ നോളജ് സിറ്റിന്റെ ഉള്ളിലുള്ള പള്ളി അതന്നെയാണ്. ആ വർത്താനം പറഞ്ഞിട്ട് വരണ്ട. അത് പള്ളി ഇതല്ല, അത് വേറെ പള്ളി, ഇത് വേറെ പള്ളി. അതിന്റെ പേര് വേറെയാണ്, ഇതിന്റെ പേര് വേറെയാണ്. അതിന്റെ രൂപം വേറെയാണ്, ഇതിന്റെ രൂപം വേറെയാണ്. അത് നോളജ് സിറ്റിയിൽ നിങ്ങൾ വലിയൊരു വ്യവസായ സ്ഥാപനം തുടങ്ങി അവിടെ നിസ്കരിക്കാന് ആ വ്യവസായികളെ മൊത്തം, അവിടെ വരുന്ന ആളുകളെ മൊത്തം ആകർഷിക്കാൻ പറ്റിയൊരു പള്ളി ഉണ്ടാക്കി. അതുപോലെ ഉലൂമാന്റെ ഉള്ളിൽ നിസ്കരിക്കാൻ സൗകര്യം, അത് കുറച്ചുകൂടി മെച്ചപ്പെടുത്തിയൊരു പള്ളി ഉണ്ടാക്കി. പക്ഷെ നിങ്ങൾ ജനങ്ങളെ കയ്യിൽ 40 കോടി പിരിച്ച പള്ളി ഇതല്ല. അതടക്കങ്ങൾ മുക്കി. അങ്ങനെ വഞ്ചിക്കപ്പെടാൻ സമുദായത്തിന്റെയും അനുയായികളുടെയും ജന്മം ഇനിയും ബാക്കി. വഞ്ചിക്കാൻ കാന്തപുരത്തിന്റെ ജന്മം ബാക്കി. മനസ്സിലായോ? ആ വഞ്ചനയിൽ കുടുങ്ങാൻ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും സാംസ്കാരിക നായകന്മാരും എല്ലാവരും ഉണ്ട്. അതിൽ പെടാത്ത ആൾക്കാർ സലഫികൾ മാത്രമേ ഉള്ളൂ. സലഫികൾ പറഞ്ഞപ്പോ ഏകദേശം ആൾക്കാർക്ക് കാര്യം തിരിച്ചു തുടങ്ങിയിട്ടുണ്ട്, ഇയാൾ മൊത്തത്തിൽ വഞ്ചകനാണെന്നുള്ളത്. ഇനിയും ഈ വിഷയത്തിലും ഇൻഷാ അല്ലാഹ് ഇയാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പല തട്ടിപ്പുകളും ഇനിയും പുറത്തു വരാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് കാത്തിരുന്ന് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.